ഒരുമിച്ചായിരിക്കുന്നത് ഞാൻ വളരെ സന്തോഷം. ഇങ്ങനൊരു കൂട്ടായ്മയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ അപ്പ എന്റെ ജീവിതത്തിൽ അവസരം തന്നതിൽ ഞാൻ അപ്പായ്ക്ക് നന്ദി പറയുന്നു. സ്തോത്രം. എന്റെ അറിവ് ശരിയെങ്കിൽ ഇതിനകത്ത് 25 ഡിവൈസസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. 5 പേരെ വ്യക്തമായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്കൊന്നിച്ച് അപ്പയെ ഉയർത്താൻ സ്വർഗം സഹായിക്കട്ടെ. അല്പസമയമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിലും ഒരു കാര്യം പ്രാരംഭത്തിൽ പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങാം. കാലം ഇനി അധികം നമ്മുടെ മുമ്പിൽ ഇല്ല, സമയം അധികമില്ല. ഇനി ഇത്രയും നാളത്തെ പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആത്മീയ ജീവിതം നയിച്ച് മുന്നോട്ട് പോയി ഇതുവരെ വന്നതുപോലെ പോകാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വലിയ തെറ്റാ. കാരണം കാഹളത്തിന്റെ ശബ്ദം കർണപുടങ്ങളിൽ പതിക്കാൻ സമയമായി. നമ്മുടെ അപ്പ, നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ അപ്പ നമ്മളെ ചേർക്കാൻ വരാൻ സമയമായി. മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഋതുഭേദങ്ങളും അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നതും സകലതും ഈ കാലഘട്ടത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തിയാൽ വാതിൽക്കൽ അപ്പയുടെ വരവെത്തി എന്നുള്ളതിന് സംശയമില്ല. ഒന്ന് ഉണർന്ന് നോക്കിയാൽ മതി, ഒന്ന് ഉണർന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ മതി, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആത്മാവിന് നിത്യരക്ഷയും നിത്യസ്നേഹവും നിത്യതയും ദാനം ചെയ്ത പരമപിതാവ് വരാൻ സമയമായി എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് അറിയില്ല. ഇതിനകത്ത് ഇപ്പോൾ ഡിവൈസിൽ എന്താ പറയുക, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കണ്ടതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒറ്റ വാക്ക് എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുക. എന്റെ പേര് ആൻസി പൗലോസ് ന. ഇടുക്കി ജില്ലയില് ഏലപ്പാറയ്ക്ക് അപ്പുറത്തുള്ള ഹെലിബറിയ എന്ന് പറഞ്ഞൊരു തേയിലത്തോട്ടത്തിൽ തികഞ്ഞ മദ്യപാനിയായ പിതാവിന്റെയും തികഞ്ഞ ആസ്മാരോഗിയായ അമ്മയുടെയും 3 മക്കളിൽ മൂത്തവളായി റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. എന്തിനാ ബാല്യത്തിലെ കാര്യങ്ങളും പഴയ കാര്യങ്ങളും പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കുമായിരിക്കും. ഒത്തിരി വർഷങ്ങളൊന്നും ആയില്ല കേട്ടോ, എനിക്ക് ഒത്തിരി പ്രായമൊന്നുമില്ല. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒത്തിരി പ്രായം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പ്രായം ഒത്തിരി ഇല്ല എങ്കിലും കടന്നു വന്ന വഴികൾ മറക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും അപ്പ ചെയ്ത ഉപകാരങ്ങൾ 100 സംവത്സരങ്ങൾ കഴിഞ്ഞാലും മറക്കരുത്. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്നുള്ള വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തത് കൊണ്ടും കടന്നു വന്ന കനൽ വഴികളെ പറയാതിരിക്കാൻ തരമില്ലല്ലോ. കാരണം ആ സമയത്തൊന്നും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. എന്റെ ഒപ്പം സഞ്ചരിച്ച, എന്നെ വേദനിക്കുന്ന അവസരത്തിൽ മാറോട് അടക്കി പിടിച്ച, കണ്ണുനീർ തൂകിയപ്പോൾ എന്റെ അടുക്കൽ വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിച്ച, ഓ ഹല്ലേലൂയ, എല്ലാവരും കൈവിട്ടപ്പോൾ ആ മുറിവേറ്റ മാറിലേക്ക് എന്നെ ചേർത്ത് പിടിച്ച് തന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം എന്നെ കേൾപ്പിച്ച എന്റെ പ്രാണപ്രിയന്റെ സ്നേഹത്തെ കുറിച്ച് പറയാതെ ഒരിടത്തും ഒരു മീറ്റിംഗിലും പുറത്തു വരുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. തികഞ്ഞ മദ്യപാനിയായ പിതാവിന്റെയും തികഞ്ഞ ആസ്മാരോഗിയായ മാതാവിന്റെയും മൂത്ത മകളായിട്ട് ജനിക്കാൻ ഒരു ഭാഗ്യമുണ്ടായെന്ന് പറഞ്ഞപ്പം നിങ്ങളെല്ലാവരും ചിന്തിച്ചു കാണാം, അതൊരു ഭാഗ്യമാണോ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അതെന്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമാണ്. കാരണം അങ്ങനെ ജനിക്കാൻ പോയത് കൊണ്ട് ഉയരത്തിലെ അപ്പന്റെ സ്നേഹത്തിന്റെ മധുരിമ ജീവിതത്തിൽ ആവോളം അനുഭവിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരു ദൂത് അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. നമ്മൾ പറയുന്ന വേദനകള്, നമ്മൾ കടന്നു വന്ന കടൽ വഴികള്, നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സ്നേഹശൂന്യമായ പ്രവർത്തനങ്ങൾ, നമ്മോടുള്ള ബന്ധത്തിൽ സ്നേഹശൂന്യമായ സഹകരണങ്ങൾ, നിസ്സഹകരണം, നിഷ്കരണം, നമ്മെ മാറ്റി നിർത്തിയ മണ്ഡലങ്ങൾ നമ്മൾ ഓർക്കും അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. നമ്മൾ ഓർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ മനഃപൂർവ്വം അത് അവരുടെ ഹൃദയത്തിനകത്ത് വെറുപ്പ് അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഒരിക്കലല്ല കേട്ടോ, ഒരിക്കലും അല്ല. ഉന്നതന്റെ സ്നേഹം അകത്തളത്തിൽ ആരനുഭവിക്കണമെന്ന് ഉന്നതൻ തീരുമാനിക്കുന്നു,
അവൻ അകറ്റും മറ്റുള്ളവരെ നമ്മിൽ നിന്ന്. പ്രൈസ് അല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും അപ്പന് നമ്മളെ ഒറ്റയ്ക്ക് വേണമെന്നേ. പലപ്പോഴും അപ്പന് നമ്മളോട് മറ്റുള്ളവർക്കുള്ളതിനേക്കാളും സ്നേഹം പ്രകടിപ്പിക്കണം. പലപ്പോഴും നമ്മുടെ സ്നേഹവും മറ്റാർക്കും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അപ്പന് വേണം. എന്നിത്യാദി കാരണങ്ങളാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ചാർച്ചക്കാരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ സ്നേഹിതരെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ചിലപ്പോ അപ്പൻ ആരും അറിയാതെ നമ്മുടെ അടുത്തങ്ങ് മാറ്റിക്കളയും. അതെന്തിനാണെന്നറിയാമോ? നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളോട് കരുതലില്ലാഞ്ഞിട്ടല്ല. അപ്പന് നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും നമ്മൾ അപ്പനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാ. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവം വെച്ച് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം. പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? വേദനകളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? സഹായിക്കുമെന്നും സ്നേഹിക്കുമെന്നും കരുതിയവർ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഭാരപ്പെടണ്ട. മറ്റൊന്നും കൊണ്ടല്ല. അപ്പയ്ക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് വേണം. നിങ്ങളുടെ സ്നേഹം അപ്പയ്ക്ക് വേണം. അപ്പയുടെ മുഴുവൻ സ്നേഹം നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ അവസരങ്ങൾ വേണം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും തികഞ്ഞ മദ്യപാനിയായ പിതാവിന്റെ മദ്യപാനവും തികഞ്ഞ ആസ്മാരോഗ്യായ അമ്മയുടെ ആസ്മാരോഗവും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കാണ് ഞങ്ങളെ തള്ളിയിട്ടത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ 7-ലധികം എസ്റ്റേറ്റിൽ താമസിക്കുന്ന, ലൈൻസിൽ താമസിക്കുന്ന 7-ലധികം വീടുകളിൽ കയറി ഇറങ്ങിയ ഓർമ്മ എന്റെ ജീവിതത്തിലുണ്ട്. ഒത്തിരി തീർത്തും പൊടിയായിരുന്ന സമയമൊന്നുമല്ല കേട്ടോ. 7th സ്റ്റാൻഡേർഡിലൊക്കെ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്തെ കാര്യം ഞാൻ പറയുന്നത്. 7-ലധികം വീടുകൾ ഒരു നേരത്തെ വയറ് നിറച്ചുള്ള ഭക്ഷണത്തിന് വേണ്ടി കയറി ഇറങ്ങിയ കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ട്. ഒരുപാട് കടം വാങ്ങിച്ച് വസ്ത്രം, കൂട്ടുകാരുടെ വസ്ത്രം കടം വാങ്ങിച്ചിട്ടുകൊണ്ട് പോയ സാഹചര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാലിലിടാൻ ചെരുപ്പില്ലാതെ ഒരു പ്ലാസ്റ്റിക് വള്ളി നീളത്തിൽ ഒരു വിരലിന്റെ നീളത്തില് മുറിച്ച് ബാഗിനകത്തോ പേഴ്സിനകത്തോ വെച്ച് കൊണ്ടു നടക്കും. കാരണം എവിടെ വെച്ച് കാലിലിട്ടേക്കുന്ന ചെരുപ്പിൽ കെട്ടിയിരിക്കുന്ന വള്ളി പൊട്ടുമോ അപ്പോൾ ഇത് കെട്ടാൻ വേണ്ടി. അത്രമാത്രം ആരോടും പറയാതെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കൂടി നീന്തിക്കയറിയ ഒരു സാഹചര്യത്തിൽ ആസ്മാരോഗം വന്ന് മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകുന്ന കാനയുടെ സൈഡിൽ, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ തൊട്ട് ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒറ്റമുറി ലയത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആസ്മാരോഗം സഹിക്കവയ്യാതെ ആ വെള്ളം ഒഴുകിപ്പോകുന്ന കാനയുടെ സൈഡിൽ ഇരുന്ന് ശ്വാസമെടുക്കാൻ നിവൃത്തിയില്ലാതെ ഏങ്ങി വലിക്കുന്ന എന്റെ അമ്മയുടെ ചെവികളിൽ ആ ജംഗ്ഷനിൽ വന്നു നിന്ന് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. നീ ഇന്നല്ല നാളെ മരിക്കും. നിന്റെ ആത്മാവ് എവിടെ പോകുമെന്ന് ഉറപ്പാക്കി വേണം മുന്നോട്ടുള്ള ജീവിതമെന്ന്. ഞങ്ങൾ സ്കൂളിൽ പോയിരിക്കുക, കുഞ്ഞുങ്ങളല്ലേ, ഞങ്ങൾ 3 പേര് സ്കൂളിൽ പോയിരിക്കുക. പെട്ടെന്ന് അവിടെ ഇരുന്നു കൊണ്ട് അമ്മ പറഞ്ഞു, കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചത് കൊണ്ട്, ഇത്രയും നാള് കാത്തലിക്കിന്റെ അനുഭവത്തിലായിരുന്നത് കൊണ്ട് ഒരിക്കലും ആത്മാവിന് നിത്യരക്ഷ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെയെങ്കിൽ ആ നിത്യരക്ഷ ആത്മാവിനെങ്കിലും ഈ ഭൂമിയിൽ എനിക്കിനി നല്ല സന്തോഷമോ സമാധാനപരമായ ഒരു ജീവിതമൊന്നും ലഭിക്കില്ല. 1 ഭർത്താവിന്റെ മദ്യപാനം, 2 എന്റെ രോഗം. അമ്മ ഹൃദയം കൊണ്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാൽ എന്റെ ആത്മാവെങ്കിലും നിത്യതയിൽ ചെന്ന് സന്തോഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ അടുത്തു ചെല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ ഹൃദയം ആ ഇരിപ്പിൽ എന്റെ അപ്പനിലേക്ക്, യേശുവിലേക്ക് സമർപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഭയത്തോടെയാ പലപ്പോഴും ഞങ്ങളുടെ വൈകിയ സമയങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അച്ചാച്ചൻ എങ്ങനെ കയറി വരും, ഏതായിരിക്കും അന്നത്തെ വീടിന്റെ അവസ്ഥ. ഞങ്ങളോട് വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, പക്ഷേ അയൽവക്കക്കാരോടെല്ലാം വഴക്കുണ്ടാക്കി അസമാധാനം നിറഞ്ഞ് വല്ലാത്തൊരു സാഹചര്യത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താ അമ്മ ഹൃദയംഗമായി ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെന്നത്. അന്ന് മുതൽ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഭക്ഷണമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഉടുക്കാൻ വസ്ത്രമില്ലെങ്കിലും ആരും അതുവരെ ഞങ്ങൾക്ക് പകർന്നു തരാത്തൊരു ദൈവ സമാധാനം ഞങ്ങളുടെ അകത്തളത്തിൽ വ്യാപരിക്കുവാനിടയായി തീർന്നു. അതോടൊപ്പം ഞങ്ങളുടെ അമ്മ മക്കളെ 3 പേരെയും വിളിച്ചിരുത്തി എപ്പോഴും പറയും, മക്കളെ, നമ്മുടെ ഈ സ്ഥിതി മാറും, നമ്മുടെ ഈ അവസ്ഥ മാറും. വിശന്ന് കരയുമ്പം പറയും, ദൈവം സുഭിക്ഷമായി കഴിക്കാനുള്ള ഭക്ഷണം നമുക്ക് തരും.
വസ്ത്രം എടുക്കാനില്ലാതെ ഭാരപ്പെടുമ്പോ കടം വാങ്ങിക്കുന്ന വീടുകളിൽ പലപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുക്ക പോയി ചോദിക്കുമ്പം അവർ തരാറില്ല. അന്നേരം കരഞ്ഞോണ്ട് തിരിച്ച് വീട്ടിൽ വരും. അപ്പോഴും അമ്മ പറയും, വിഷമിക്കേണ്ട, നല്ല വസ്ത്രം ധരിക്കാനുള്ള സാഹചര്യം ദൈവം തരും. എപ്പോഴും ഞങ്ങളെ നോക്കി അനുകൂലമായ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിക്കുന്ന ഒരു പ്രത്യാശ എന്റെ അമ്മയുടെ അകത്തളത്തിൽ ദൈവാത്മാവ് നൽകുവാനിടയായി തീർന്നു. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ മധുബ ഡെക്കറേഷനും പാട്ടുകുർബാനയുമായിട്ടൊക്കെ നടന്ന ഞങ്ങള് അതെല്ലാം വിട്ട് പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോയി അമ്മയുടെ പിന്നാലെ പോയി തുടങ്ങി. വർഷങ്ങൾ പലത് കൊഴിഞ്ഞു വീണ് കേട്ടോ. പ്രതിസന്ധികൾ വർദ്ധിച്ചതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. കാരണം പൊട്ടക്കൊല്ലത്തിയെ പോലെ, ആ വാക്കാ ഉപയോഗിക്കുന്നത്, എനിക്ക് ഇപ്പോഴും അത് പറയുന്നതിൽ നാണമൊന്നുമില്ല. പൊട്ടക്കൊല്ലത്തിയെ പോലെ പെന്തക്കോസ്തില് ഇപ്പോഴും അവള് തുള്ളാൻ പോവുകയാ, ചാടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒത്തിരി ആക്ഷേപം ഞങ്ങൾ നേരിടേണ്ടി വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന ഞങ്ങളെ ഭവനത്തിനകത്ത് കയറ്റാതെ 3-4 മണി വരെ ഹൈറേഞ്ചിലെ ഒരു തുള്ളിക്കൊരുകിടമെന്ന വണ്ണം കോരിച്ചൊരിയുന്ന മഴയത്ത് വെള്ളമൊഴുകി പോകുന്ന സ്കാനിയുടെ സൈഡിൽ ഒരു ഷിഫോൺ സാരിയുടെ തലപ്പിൽ അമ്മ കോഴിക്കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കുന്നത് പോലെ ഒരു സാരിയുടെ തലപ്പിൽ നാളുകളോളം ഞങ്ങൾ ആശ്രയം പ്രാപിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നു. 3 മണി 4 മണിയാകുമ്പോൾ സുബോധം വന്ന് അപ്പൻ കതക് തുറക്കുമ്പോൾ വിറക് കൊള്ളി പോലെ മരവിച്ച കാലുമായി കാലൊന്ന് നുവർക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പൊട്ടി കരഞ്ഞ് ഏന്തി അകത്ത് കയറി കിടക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ ഇന്നലെ എന്ന വണ്ണം എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒറ്റ പ്രാർത്ഥന മുടക്കാനോ, ഒരു കുടുംബ പ്രാർത്ഥന മുടക്കാനോ, ഒരു ആരാധന മുടക്കാനോ ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ സമ്മതിച്ചിരുന്നില്ല. സെക്കുലർ എഡ്യൂക്കേഷനേക്കാളും ബൈബിൾ പഠനത്തിന് പ്രാധാന്യം അന്ന് മുതലേ അമ്മ തരുമായിരുന്നു. സ്കൂളിൽ തോറ്റാലും എനിക്ക് സങ്കടമില്ലെന്നാ പറയണേ ഞങ്ങളോട്. നീ സ്കൂളിൽ തോറ്റാലും എനിക്ക് സങ്കടമില്ല, പക്ഷെ ഇന്ന വേദഭാഗം പഠിച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി ശിക്ഷിക്കുമായിരുന്നു ഞങ്ങളെ 3 പേരെയും വചനം പഠിക്കാത്തതിന്റെ പേരിൽ. പക്ഷെ ആ ശിക്ഷണമൊക്കെ ഇന്ന് അനുഗ്രഹമായി മാറി. ഈ പെട്ടകം വിശ്വസ്തയോടെ ചുമന്ന് നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചത് അമ്മയുടെ ആ സമർപ്പണമാണെന്ന് ഏത് സ്ഥലത്തും, ഏത് രാജ്യത്തും, ഏത് ലോകത്തും ചെന്ന് പറയുവാൻ, നെഞ്ചത്ത് കൈവച്ച് പറയുവാനുള്ള പ്രാഗൽഭ്യം ഞങ്ങൾക്ക് തന്നത് ഈ ക്രിസ്തുവിന്റെ പിന്നാലെ ഞങ്ങളെ അനുഗമിക്കുവാൻ മാതാവ് പഠിപ്പിച്ചത് കൊണ്ടാണ്. സഹോദരങ്ങളെല്ലാം ഞങ്ങളെ മാറ്റി നിർത്തി. അമ്മയുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങളുടെ ഭവനത്തിന്റെ അടുത്ത് നിന്ന് മാറിപ്പോയി. കല്യാണവും അല്ലെ അതുപോലത്തെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴാ ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ചും കഴിക്കുന്നത്. ഓടിച്ചെന്ന് ആ പന്തലിന്റെ കാലിൽ പിടിച്ച് ഞാനും എന്റെ സഹോദരനും നിൽക്കും. കാരണം അവിടെ ഭക്ഷണം വിളമ്പുമ്പോൾ ഭക്ഷണം കഴിക്കാമല്ലോ എന്നോർത്ത്. പക്ഷേ ഈ കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ വേട്ടപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ എന്നെയും എന്റെ സഹോദരനെയും ആട്ടിപ്പായിച്ച സാഹചര്യങ്ങൾ ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ അപ്പനെ അറിഞ്ഞതിന്റെ പേരിൽ മദ്യപാനിയായി ജീവിച്ചപ്പോൾ, ആസ്മാരോഗിയായി ജീവിച്ചപ്പോൾ, അന്നേരം ഞങ്ങൾ പള്ളിയിൽ പൊക്കോണ്ടിരുന്നപ്പോൾ പോലും ഞങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അണച്ചു പിടിച്ചവർ പെന്തക്കോസ്തി പോയി എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടപ്പട്ടിയെ പോലെ ആട്ടിപ്പായിച്ച എത്ര സാഹചര്യങ്ങൾ. സഹോദരൻ വസ്ത്രം കടം വാങ്ങിയ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയത് എല്ലാം എന്റെ ഹൃദയത്തിനകത്ത് ഇന്നലെ എന്ന വണ്ണം കയറി വരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കൂടി നീന്തി കയറിയപ്പോഴും പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ പഠിപ്പിച്ച അമ്മ പഠിപ്പിച്ച മാതൃക. എന്താവശ്യമുണ്ടെങ്കിലും അമ്മ പറയും, എന്നോട് പറയണ്ട, ഉയരത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചോളാൻ. ഉയരത്തിൽ ഒരു അപ്പനുണ്ട്, ഉയരത്തിൽ സകലത്തിനും കഴിയുന്ന ഒരു നാഥനുണ്ട്. അവിടെ ചോദിച്ചോ, അവിടെ വാങ്ങിച്ചോ, എന്തു ചോദിച്ചാലും തരാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച്, ഒരു പെൻസിൽ വേണമെങ്കിൽ പോലും കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പന്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കുവാൻ ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരു ഗുണം, ഇപ്പോൾ എനിക്ക് 46 വയസ്സായി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ട് ഇപ്പോൾ 6 വർഷം പൂർത്തിയായി, 7ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് എന്റെ തലമുറകളുടെ ആവശ്യങ്ങളായാലും എന്റെ ആവശ്യങ്ങളായാലും എത്ര വലിയ നീഡിയായിട്ടുള്ള കാര്യങ്ങളായാലും ഒരു മനുഷ്യന്റെ മുമ്പിൽ കരം നീട്ടാൻ അനുവദിക്കാതെ മുട്ടുമടക്കി പ്രാണപ്രിയനോട് ചോദിച്ച് വാങ്ങിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചത് ഇന്നും ഞങ്ങൾ അനുകരിച്ചുകൊണ്ടിരിക്കുക. ഭാരം ആരോടും പറയില്ല, വേദന ആരോടും പറയില്ല, ആവശ്യങ്ങൾ ആരോടും പറയില്ല. കാരണം സകലത്തിനും സകലവുമായവൻ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അത്യന്തം പരമായി നടത്താമെന്ന് പറഞ്ഞവൻ, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചു കൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും അനുവദിക്കില്ല എന്ന് പറഞ്ഞവൻ, കരുതാമെന്ന് പറഞ്ഞവൻ, വിളിക്കുമ്പോൾ ഓടി വരാമെന്ന് പറഞ്ഞവൻ, യാചിപ്പീൻ എന്നാൽ തരാമെന്ന് പറഞ്ഞവൻ, ആ അപ്പന്റെ പാദപീഠത്തിങ്കിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ യാചിക്കുന്ന എന്തും തരുവാൻ കരുത്തനായ ഒരു അപ്പനുണ്ടെന്ന് പഠിപ്പിച്ചു തന്നതുകൊണ്ട് ഇന്ന് പ്രാഗൽഭ്യത്തോടെ ഏത് സാഹചര്യത്തിലും ആ പൊന്നു മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗം സഹായിക്കുന്നു. ബാല്യം കഴിഞ്ഞു, അതിനുശേഷമുള്ള വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും പ്രതിസന്ധികൾ വർദ്ധിച്ചു. പിതാവിന്റെ മദ്യപാനം മാറിയില്ല, അമ്മയുടെ രോഗം മാറിയില്ല, 3 വട്ടം മരിച്ചുപോയി എന്ന് പറഞ്ഞ് പടുത കെട്ടി ഡെഡ് ബോഡിക്ക് വേണ്ടി, എന്റെ മാതാവിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി ആ എസ്റ്റേറ്റിലുള്ള തോട്ടം തൊഴിലാളികൾ മുഴുവൻ കാത്തിരുന്ന ഒരു സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയത്തിയെ വിളിച്ച് നടുക്കിരുത്തി ആ വെള്ളം ഒഴുകിപ്പോകുന്ന കാനയുടെ സൈഡിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു പറയുമായിരുന്നു, യേശുപ്പച്ച അമ്മച്ചി പോവാണല്ലോ, അമ്മച്ചി മരിച്ചെന്നാ ഇവര് പറയുന്നേ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് 3 കൊച്ചുമക്കൾ ഇരുന്ന് നിലവിളിച്ച് അപ്പനോട് ചോദിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇന്നും ആരോഗ്യത്തോടെ സ്വർഗം മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കൊടുത്ത് രോഗത്തിന് പരിപൂർണ സൗഖ്യം കൊടുത്ത് അടിയനോടൊപ്പം ഈ ഭവനത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയുടെ കടാക്ഷം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന് ഞങ്ങളെ സ്നേഹിച്ച അപ്പയുടെ സ്നേഹത്തെ ഈ രാത്രി ഞാൻ ഒരിക്കൽ കൂടെ ഉയർത്തുകയാണ്. 18 വയസ്സായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു കർത്തൃദാസനെ കൊണ്ട് അടിയന്റെ വിവാഹം നടത്തുവാനിടയായി തീർന്നു. എന്റെ പിതാവിന് ചെറിയൊരു മൈനർ അറ്റാക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും, ഒരാളുടെ ഭാവിയെങ്കിലും ഭദ്രമാക്കാമെന്ന് കരുതിയ എന്റെ വിവാഹം വേഗത്തിൽ നടത്തുവാനിടയായി തീർന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട, ഭൗതികമായ യാതൊരു ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരഭിഷിക്തനെ കൊണ്ട് എന്റെ വിവാഹം നടത്തി. 2 വർഷം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് 2 പെൺമക്കളെ ഒന്നിച്ച് ദാനമായിട്ട് തന്നു. ഇരട്ടക്കുട്ടികളെ 2 പെൺമക്കളെ ഒന്നിച്ച് ദാനമായിട്ട് തന്നു. ദാരിദ്ര്യമോ കഷ്ടതയോ പ്രയാസമോ ഒന്നും മാറിയില്ല കേട്ടോ. ഇതിന്റെ എല്ലാം നടുവിൽ സ്വർഗത്തിലെ ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുവാൻ ശീലിപ്പിച്ചു മാതാവ്. ആ ശീലം തന്നെ ആ കാലിൽ കെട്ടിപ്പിടിച്ചു കിടക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. കുഞ്ഞുങ്ങൾക്ക് ഏതാണ്ട് 5 വയസ്സടുത്തായപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, അൻസമ്മ, ഞാന് ഛത്തീസ്ഗഡിൽ ആദിവാസികളുടെയിൽ അപ്പായുടെ വേല ചെയ്യാൻ കടന്നു പോകുകയാണ്. അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന, ഭവനത്തിൽ നിന്ന് മാറി വാടകയ്ക്ക് താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നു. വാടകയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അപ്പ ഇപ്പൊ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഉയരത്തിലെ അപ്പന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പൻ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. ഞാൻ ഉയരത്തിലെ അപ്പന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളും എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പോകും എന്നെനിക്ക് പൂർണ്ണമായി ഉറപ്പായി കഴിഞ്ഞപ്പോൾ താൽക്കാലികമായ ഒരു നേഴ്സിംഗ് ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്യുവാനിടയായിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം അത് എന്റെ മേലായി എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനൊരു നേഴ്സിംഗ് പഠിച്ചത് കൊണ്ട് ആ ജോലിക്ക് പോകുവാനിടയായിത്തീർന്നു. 2003 മുതൽ 2009 വരെ നാട്ടിൽ വരികയും ഒരു 3 മാസം 4 മാസം അവിടെ നിൽക്കും, ഇവിടെ വന്ന് 1 മാസം നിൽക്കും. അങ്ങനെ കർത്താവിന്റെ വേല വന്നും പോയും സ്ഥിരമായി അവിടെ നിൽക്കാതെ താൻ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ 2009 ആയപ്പോൾ ഗർഭാപ്പസി എന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റം നിലവിൽ ശക്തമായി അത് പ്രബലപ്പെട്ടു വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, അൻസമ്മ, ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കഷ്ടപ്പെട്ട് ദൈവനാമത്തിന് വേണ്ടി നേടിയ ദൈവമക്കളെ പലപ്പോഴും തിരിച്ചു ചെല്ലുമ്പോ കിട്ടാറില്ല. അവർ മടങ്ങിപ്പോകുന്ന അവസ്ഥ, പഴയതിനേക്കാളും മോശമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ എനിക്ക് വളരെ ഭാരം. അതുകൊണ്ട് ഞാൻ ഇനി നാട്ടിലോട്ട് വരില്ല, അവധി കിട്ടുമ്പോൾ മക്കളെയും കൊണ്ട് നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. 2009 മുതൽ വല്ലപ്പോഴും ഒരു വർഷത്തിൽ 1 പ്രാവശ്യം മാത്രം, എപ്പോഴെങ്കിലും 5ഓ 6ഓ ദിവസത്തിന് വേണ്ടി മാത്രം നാട്ടിൽ വരുന്ന ഒരു സ്വഭാവത്തിലേക്ക്, ഒരു രീതിയിലേക്ക് താൻ മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. ആദിവാസികളിൽ ഒരുവനെ പോലെ നല്ല വസ്ത്രം ധരിക്കാതെ,
നല്ല ഭക്ഷണം കഴിക്കാതെ ഓരോ ഗ്രാമങ്ങളിലും 35-40 കിലോമീറ്റർ ഉള്ളിലുള്ള ഗ്രാമങ്ങളിൽ കയറിയിറങ്ങി അവിടുത്തെ ആ ഗ്രാമത്തലവന്റെയും മറ്റുമൊക്കെ വാക്കുകളെ അവരെയൊക്കെ കൺവീൻസ് ചെയ്ത് ഈ അപ്പനെ ഉയർത്തുവാൻ 400-ലധികം പേരെ ജലത്തിൽ സാക്ഷീകരിച്ച് അപ്പയുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാനൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം ഭാഗ്യം കൊടുത്തു. പലപ്പോഴും അതിഭയങ്കരമായ മർദ്ദനമേറ്റാലൊന്നും ഞങ്ങളോട് പറയില്ല. ആ സമയത്ത് ഞങ്ങളെ വീഡിയോ കോൾ വിളിക്കില്ല. ഞാൻ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്നോട് പറയും, ഞാൻ ഇന്ന സ്ഥലത്താ, റേഞ്ച് ഇല്ല, അതുകൊണ്ട് വീഡിയോ കോൾ വിളിക്കാൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ് എന്നോട് പറയും, ഇന്ന പ്രശ്നമുണ്ടായിരുന്നു, എന്റെ ദേഹത്ത് പാടായിരുന്നു, നിങ്ങൾ കണ്ടാൽ വിഷമിക്കും, അതോർത്താ ഞാൻ വിളിക്കാഞ്ഞ് എന്ന് പറഞ്ഞ് 2009 മുതൽ 2014 വരെ താൻ അവിടെ കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുവാൻ ഇടയായിത്തീർന്നു. വർഷത്തിൽ 3-4 പ്രാവശ്യം ഞാൻ തലമുറകളുമായി അവിടെ ചെല്ലും. 1-2 മാസം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും. അവിടെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരു സാഹചര്യവും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ മടങ്ങി വരും. ജോലി ചെയ്തുകൊണ്ടിരുന്നതിന്റെ നല്ലൊരു ശതമാനം, 70% സാലറി കിട്ടുന്നത് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഛത്തീസ്ഗഡിലെ വേലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. കാരണം അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് കൃഷി ചെയ്യുന്നു, അവർ കഴിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി 1 രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, നല്ല വസ്ത്രം ധരിക്കാൻ അറിയാത്ത, നല്ല ഭാഷ സംസാരിക്കാൻ അറിയാത്ത, ലിപി പോലും ഇല്ലാത്ത ഭാഷയെ അവർ സംസാരിക്കുന്നത്. അവരുടെ ഇടയിൽ അവരിൽ ഒരാളെ പോലെ ജീവിച്ച് എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം അവരിൽ ഒരാളാണോ അതോ എന്റെ ഭർത്താവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത വിധത്തിലുള്ള വസ്ത്രധാരണമൊക്കെ ചെയ്ത് അവരുടെ ഇടയിൽ ജീവിച്ച ആ കാലഘട്ടത്തെ ഞാൻ ഇന്നലെ എന്നവണ്ണം ഓർക്കുകയാണ്. 2014 ആയപ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്ന എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു പ്രേരണ തന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പെട്ടകം ചുമക്കുവാൻ ഇറങ്ങിത്തിരിക്കാൻ, കർത്താവിന്റെ മഹത്വമുള്ള വേല അപ്പോൾ സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മുഴുവൻ സമയവും ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുവാൻ, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ദൈവാലോചന കേട്ട മാത്രയിൽ 24 hours റെസിഗ്നേഷൻ കൊടുത്ത് ഈ പെട്ടകം എടുത്ത് ഞാൻ എന്നെ തോളിൽ വെക്കുവാൻ ഇടയായി തീർന്നു. അപ്പ ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് മാറ്റം വരുത്താൻ പറ്റില്ല പ്രിയമുള്ളവരെ. കാരണം ദൈവസന്നിധിയിലാണോ നാം, ദൈവത്തിൽ മുമ്പാകെയാണോ നാം സമർപ്പിക്കുന്നത്, അപ്പയെയാണോ വിശ്വസിക്കുന്നത്, യഥാർത്ഥമായി അപ്പയുടെ ശബ്ദം കേട്ടാൽ അത് അനുസരിക്കുക എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യമായിരിക്കേയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഹിതമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കും. ദൈവത്തിന്റെ ഹിതത്തെ നമ്മുടെ ഇഷ്ടമായി അംഗീകരിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. കാരണം 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, നമ്മൾ ഹൃദയത്തിൽ എന്താണോ നിരൂപിച്ചിരിക്കുന്നത് ആ വിഷയം പുറത്തു വരുന്നതുവരെ നാം പലരെയും കൊണ്ട് ഒരു വിഷയത്തിന്റെ മുഖത്ത് പ്രാർത്ഥിപ്പിക്കും. എന്നാൽ അപ്പയുടെ ഇഷ്ടം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ ഹിതം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ്, അത് കാഠിന്യമായാലും അത് വേദനയായാലും അത് അല്പം പ്രയാസമുള്ളതാണ് അംഗീകരിക്കാനെങ്കിലും അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്നവനെ, അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്ന വ്യക്തിയെ ഒരു നാളും അപ്പ കൈവിടത്തില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ആ വെളിച്ചത്തിൽ ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുക. 24 hours റെസിഗ്നേഷൻ കൊടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ടവരും എന്റെ ഭർത്താവ് ഉൾപ്പെടെ സകല മനുഷ്യരും എന്നോട് പറഞ്ഞു, ഇല്ല, കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡിയുടെ സമയമായപ്പോൾ ജോലി റിസൈൻ ചെയ്യുന്നത് ശരിയല്ല, സാമ്പത്തികമായി ഒരുപാട് ആവശ്യമുള്ള സമയമാ, ആദിവാസികളുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്താൽ എന്ത് നന്മയാ കിട്ടുന്നത്, ഒന്നും കിട്ടത്തില്ല. മാത്രമല്ല ജോലി റിസൈൻ ചെയ്താൽ അവിടേക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന നന്മ പോലും കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ, വാടക കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ വഴികളും അടഞ്ഞു പോകും. അതുകൊണ്ട് ജോലി റിസൈൻ ചെയ്യരുത് എന്ന് പല ആവർത്തി എന്നോട് പലരും പറഞ്ഞിട്ടും ഹൃദയത്തിനകത്ത് അപ്പായുടെ നിർബന്ധം ഓരോ രാത്രിയിലും എന്നെ അതിഭയങ്കരമായി വേദനിപ്പിക്കുവാനിടയായിത്തീർന്നു. രണ്ടും കൽപ്പിച്ച് 2014 ഫെബ്രുവരി മാസം 11-ാം തീയതി രാത്രി 24 hours റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് 12-ാം തീയതി ഞാൻ ആ ഹോസ്പിറ്റലിന്റെ പടിയിറങ്ങുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, തുടർന്നുള്ള 4 വർഷം 2014 മുതൽ 2018 വരെയുള്ള 4 വർഷം
എന്റെ ജീവിതത്തില് ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെ എന്നെ മുറിക്കകത്തിരുത്തി അപ്പ എന്നെ പഠിപ്പിച്ചു, തിരുവചനം പഠിപ്പിച്ചു, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിപ്പിച്ചു, എങ്ങനെ പ്രാർത്ഥിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ വീണ് കിടക്കാമെന്ന് പഠിപ്പിച്ചു, പട്ടിണി കിടക്കാൻ പഠിപ്പിച്ചു, വസ്ത്രമില്ലാതെ പഴയ കാലഘട്ടത്തിലേക്ക് വീണ്ടും സ്വർഗത്തിലെ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. എന്നെ കൊന്നുകളയുവാൻ, ഞാൻ എന്ന പാപത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ആ ക്രൂശിനോട് ചേർന്ന് എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ചു. സകലതും മുറിക്കകത്തിരുത്തി രോഗത്താൽ ഭാരപ്പെട്ട് അരയ്ക്ക് താഴോട്ട് തളർന്നു പോകത്തക്ക വിധത്തിൽ നട്ടെല്ലിന് അകൽച്ച വന്ന് കിടക്കയിലായിരിക്കുമ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചു, എങ്ങനെ നടക്കാമെന്ന് പഠിപ്പിച്ചു, എങ്ങനെ തലമുറകളെ വളർത്താമെന്ന് പഠിപ്പിച്ചു. ഈ പാഠങ്ങളെല്ലാം ജോലി നിർത്തി ഭവനത്തിൽ ഇരുന്ന സമയങ്ങളിൽ എന്നെ പഠിപ്പിച്ചതാ. ഏതൊക്കെ ഒരു ഭക്തന്റെ ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിത്യതയോട് അനുബന്ധിച്ച് നടക്കേണ്ടത്, ജീവിക്കേണ്ടത്, ഭക്ഷിക്കേണ്ടത് എങ്ങനെയൊക്കെ എന്ന സകലതും എന്നെ മുറിക്കകത്തിരുത്തി എന്റെ പ്രാണപ്രിയൻ പഠിപ്പിച്ചു. തോട്ടിനകത്ത് അല്ലെ കുളത്തിനകത്ത് വളരുന്ന ഇലകളും വേലിപ്പടർപ്പിലൊക്കെ വളർന്നു വരുന്ന ഇലകൾ വരെ വാട്ടി എന്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കേണ്ട ഗതികേടിലേക്ക് എന്റെ സാഹചര്യങ്ങൾ നീങ്ങി. എന്റെ മോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇന്നും എന്റെ ഹൃദയത്തിലുണ്ട്. ഇനി ഞങ്ങൾക്ക് തരാൻ ഓല മാത്രമേ ഉള്ളൂ അല്ലേ, ബാക്കി എല്ലാ ഇലകളും തീർന്നു അല്ലേ എന്ന്. അങ്ങനെ പോലും മക്കളുടെ പോലും വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ പലപ്പോഴും പട്ടിണിയും പരിവട്ടവുമായി ആ പ്രാണപ്രിയന്റെ പാദപീഠം മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചു വന്ന കാലഘട്ടങ്ങൾ. ആ 4 വർഷം കർത്താവിനെ ഇരുത്തി പഠിപ്പിച്ചു. ഞാൻ പഠിച്ചു എന്ന് കർത്താവിന് തോന്നിയത് കൊണ്ടാണോ, ഒറ്റയ്ക്ക് നടക്കാൻ ഞാൻ പ്രാപ്തയായി എന്ന് എൻ്റെ അപ്പയ്ക്ക് മനസ്സിലായത് കൊണ്ടാണോ, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒറ്റയ്ക്ക് മതി എന്ന് എൻ്റെ അപ്പ ചിന്തിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സുവിശേഷ വിരോധികൾ നടത്തിയ ഒരു പ്ലാന്റ് ആക്സിഡന്റിൽ എന്റെ പ്രിയപ്പെട്ടവൻ 2018 ജൂലൈ മാസം 2-ാം തീയതി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. 18-19 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുമായി എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്നറിയാതെ പകച്ചു നിന്ന നാൾ വഴികൾ. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ആ സമയങ്ങളൊക്കെ കടന്നുപോയതെന്ന്. എന്ത് ചെയ്യും, ആരെ ആശ്രയിക്കും? സഹോദരങ്ങളെയൊക്കെ ആശ്രയിച്ചാൽ അവർ നല്ല രീതിയിൽ എന്നെ പരിഗണിക്കും, സ്നേഹിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവരുടെ ആരെടുക്കലും പോകാൻ പറ്റാത്ത വിധത്തിൽ ജോലി വിട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ അപ്പനുമായി ഒരു ഉടമ്പടി ചെയ്തു. അപ്പ എന്റെ ഭൂമിയിലെ എന്താവശ്യം വന്നാലും എന്റെ സഹോദരങ്ങളെയോ എന്റെ പ്രിയപ്പെട്ടവരെയോ എന്റെ ബന്ധുമിത്രാദികളെയോ ഒന്നും ഞാൻ ആശ്രയിക്കാൻ പോകത്തില്ല. ഞാനിപ്പോൾ സ്വർഗീയ ഗവൺമെന്റിന്റെ സെർവന്റ് ആയതുകൊണ്ട് എന്റെയും എന്റെ തലമുറകളുടെയും കുടുംബത്തിന്റെയും വിഷയം അങ്ങയോട് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്നുള്ള ദൈവവുമായിട്ടെടുത്ത ഉടമ്പടി ആദ്യം തന്നെ അപ്പൻ എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ് തന്നെ ഞാൻ വിശ്വസിക്കുകയാ. ആ ഉടമ്പടി എന്നെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. ഇബ്താഗ് ഒരിക്കൽ യുദ്ധം ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഇബ്താഗ് യഹോവയോട് പറഞ്ഞു, ഞാൻ യുദ്ധം ജയിച്ച് മടങ്ങി എന്റെ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ എന്നെ എതിരേറ്റ് വരുന്നത് ആരായാലും ആദ്യം എതിരേറ്റ് വരുന്നവരെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞു. ആ പ്രിയ പിതാവ് ഓർത്തില്ല തന്റെ മകൾ അക്സ തന്നെ എതിരേറ്റ് വരുമെന്ന്. അപ്പോൾ ഇബ്താഗ് കർത്താവിനോട് യഹോവയോട് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യോ യഹോവേ, ഞാൻ അങ്ങയോട് പറഞ്ഞു പോയി, ഇനി എനിക്ക് മാറിക്കൂടാന്ന്. പ്രിയമുള്ളവരെ, അപ്പനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒട്ടും മാറാൻ ആഗ്രഹിക്കാത്ത ഒരു ഹൃദയം നമുക്ക് ഏറ്റവും അനിവാര്യമാക്കട്ടോ. കുഞ്ഞുങ്ങളെ 2 പേരെയും അണച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ വണ്ടി കയറി പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതും ആ പെട്ടിക്കകത്ത് കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവനാണോ എന്ന് ആ പെട്ടി തുറന്നു നോക്കാനുള്ള സാഹചര്യം പോലും ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയില്ല. കാരണം തലയില്ലാതിരുന്നത് കൊണ്ട് ആ പെട്ടി അവിടുന്ന് സീൽ ചെയ്ത് അവർ തന്നത്. 2-3 ദിവസങ്ങൾക്ക് ശേഷം ആ ബോഡി ഞങ്ങൾക്ക് കിട്ടുന്നത്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ കഴിഞ്ഞു. ഞാൻ വാടകയ്ക്ക് താമസിക്കും ഛത്തീസ്ഗഡിലേക്ക് അയച്ചു കൊടുക്കുവാൻ പണം നമ്മുടെ കയ്യിലില്ല. വീടിന്റെ വാടക നല്ല രീതിയിൽ കൊടുക്കുവാനുള്ള സാമ്പത്തികം നമുക്കില്ല. കുഞ്ഞുങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമയമാ. അവർക്ക് വേണ്ട വിധത്തിൽ കൊടുക്കുവാൻ ഭക്ഷണം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് കുറഞ്ഞ വാടകയിൽ അത്ര അടിച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചു കൊണ്ടിരുന്നത്. ആ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് അല്പനേരം ബോഡി വെച്ചു. അതിനുശേഷം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി. മാതാപിതാക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ അടക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ 2-ാമത്തെ
ദിവസം ഭർത്തൃ സഹോദരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എപ്പോഴാണ് നിങ്ങൾ മടങ്ങി പോകുന്നതെന്ന്. പെട്ടെന്ന് ഹൃദയത്തിനകത്ത് ചാട്ടുളി പോലെ, ഒരു കൂരമ്പ് പോലെ തറച്ച വാക്കുകളായിരുന്നു അത്. എപ്പോഴാ മടങ്ങി പോകുന്നേ? അടക്കം കഴിഞ്ഞിട്ട് 2 ദിവസമായതേ ഉള്ളൂ. ഉടനെ ഞാൻ ചോദിച്ചു, അതിനാ അങ്ങനെ പറഞ്ഞത്? 2 ദിവസമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്നാ മടങ്ങി പോകുന്നതെന്ന് നാളെ രാവിലെ എന്നോട് പറയണം, കാരണം ഇവിടെ നിൽക്കും തോറും നിങ്ങൾ എനിക്കൊരു ബാധ്യതയായി മാറുകയാന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി ഭാരം തോന്നി. ചില ദിവസങ്ങളായി എനിക്ക് വേണ്ടി ഈ ബോഡി കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചില ദിവസങ്ങളായിട്ട് എന്റെ സഹോദരങ്ങൾ രാപ്പകലില്ലാതെ നിന്നതുകൊണ്ട് അവരെല്ലാം മടങ്ങി അവരുടെ ഭവനത്തിലേക്ക് പോയി. ഞാനും അർത്ഥബോധാവസ്ഥയിൽ ശരിക്കും സുബോധം പോലും വരാത്ത വിധത്തില് കിടക്കുന്ന, അപ്പന്റെ മരണം താങ്ങാനാവാതെ കിടക്കുന്ന 2 പെൺമക്കളും മാത്രമേയാണ് ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഈ ചോദ്യം എന്റെ അകത്തളത്തെ ഒരുപാട് വേദനിപ്പിച്ചു എങ്കിലും ഈ കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി 2 കുഞ്ഞുങ്ങളുടെ തലയെടുത്ത് മടിയിൽ വെച്ച് അന്ന് രാത്രി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞാൻ എന്റെ അരുമനാഥനോട് ചോദിച്ചു, അപ്പാ 2014 അങ്ങ് എന്നോട് പറഞ്ഞു ജോലി വിട്ട് അങ്ങയുടെ പെട്ടകം എടുക്കുവാൻ ഇറങ്ങിത്തിരിക്കാൻ. ആ വാക്ക് ഞാൻ ശിരസാ കേട്ടു. എനിക്കൊരു സങ്കടവും തോന്നിയില്ല അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ. എന്നാൽ ഇന്ന് തികച്ചും അനാഥരെ പോലെ 2 പെൺമക്കളെയും 18 വയസ്സ് 19 വയസ്സിനോട് കേറിയ 2 പെൺമക്കളെയും കൊണ്ട് ഈ രാത്രി ഞാൻ അങ്ങയുടെ അടുക്കൽ വരികയോ. മുന്നോട്ടുള്ള യാത്ര എങ്ങനായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും അങ്ങ് ഇന്ന് രാത്രി എന്നോടൊന്ന് സംസാരിക്കണം. ലോകത്തിന്റെ ലോക മനുഷ്യരുടെ ലോകത്തിൽ ആര് വാക്ക് പറഞ്ഞാലും മാറുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങാണെങ്കിൽ മാറില്ല എന്നെനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ട് ഈ രാത്രി അങ്ങയുടെ വാക്കിന് ഞാൻ ചെവി തരിക എന്ന് പറഞ്ഞ് മുറിയുടെ കതക് ശക്തമായി അടച്ച് വളരെ നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. ദൈവമക്കളെ, എത്ര സമയം ഞാൻ കരഞ്ഞു എന്ന് എനിക്കറിയില്ല, എത്ര സമയം ഞാൻ അങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ അപ്പയുടെ ശബ്ദം എന്റെ ചെവികളിൽ പതിച്ചു. അപ്പ പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. ഇന്ന് രാത്രി ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുക. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചു പോയാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും എന്റെ സാന്നിധ്യം നിന്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള അപ്പയുടെ വാക്ക് എന്റെ ചെവികളിൽ പതിച്ചാണ് ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ എന്റെ സഹോദരി ഭർത്താവിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ അവിടുന്ന് വരത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭർത്തൃ സഹോദരനോട് ചോദിച്ചു, മോനെ എന്തുകൊണ്ടാ ഞങ്ങളോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്, എന്തിനാ പോകണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കും തോറും ജോലി കളഞ്ഞിട്ട് നിങ്ങൾ ദൈവവേലയ്ക്കാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതല്ലേ. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കും ഒക്കെ എന്റെ തലയിലാകും. ആ ബാധ്യത എനിക്ക് ഏൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, നീ ഒരിക്കലും ഭാരപ്പെടണ്ട. എന്റെ ഭർത്താവാണ് ആ വീട്ടിലെ ഏറ്റവും മൂത്ത മകൻ. ഞാൻ പറഞ്ഞു, നീ ഭാരപ്പെടണ്ട. എന്നെ വിളിച്ചത് എന്റെ അപ്പയാണെങ്കിൽ, ഇന്നലെ രാത്രി ആ അപ്പയുടെ ശബ്ദം എന്റെ കർണപുടങ്ങളിൽ പതിച്ചതാണെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ് ആ പടി 21 വർഷം മുമ്പ് കയറി ചെന്ന ആ വീടും എനിക്ക് അന്യമായി തീരുവാനിടയായി തീർന്നു. എന്റെ സഹോദരങ്ങളെല്ലാം അവരവരുടെ ഭവനത്തിലേക്ക് എന്നെ വിളിച്ചുവെങ്കിലും അപ്പായോട് പറഞ്ഞ വാക്ക് നിമിത്തം ഞാൻ ആരുടെയും ഭവനത്തിൽ പോകാതെ വാടകയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്ന ഭവനത്തിൽ അർത്ഥബോധാവസ്ഥയിൽ അവരുടെ പപ്പ മരിച്ചതിന്റെ ആ ഷോക്കിൽ നിന്ന് മാറാത്ത 2 പെൺമക്കളുമായി താമസിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്ന് പ്രിയമുള്ളവരെ, എനിക്കറിയില്ല കഴിഞ്ഞ 6 വർഷം എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതെന്ന്. ജീഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഒരു നോർത്ത് ഇന്ത്യനായ അമറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ വ്യക്തി, നോർത്ത് ഇന്ത്യനായ മനുഷ്യൻ കൊന്നുകളഞ്ഞ സമയമായിരുന്നു അത്. ഞാൻ താമസിക്കുന്ന വീടിന്റെ ബാക്ക് സൈഡിലായിരുന്നു ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റ്. ഒരുപാട് യൗവനക്കാരായ ചെറുപ്പക്കാരായ വ്യക്തികൾ അവിടെ, നോർത്ത് ഇന്ത്യൻസ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മതിൽ ചാടിയാൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിന്റെ വാതുക്കൽ എത്താം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചുറപ്പില്ലാത്ത, അധികം വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഒന്ന് തള്ളിയാൽ, അമർത്തി തള്ളിയാൽ തുറന്നു പോകത്തക്ക രീതിയിൽ കഥകുള്ള ഒരു വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ഞാൻ ഇടുന്ന ചുരിദാറിന്റെ ഷോള് കൊണ്ടോ ഞാൻ ഉടുക്കുന്ന സാരിയുടെ തലപ്പ് കൊണ്ടോ എന്റെ മക്കളെ പൊതിഞ്ഞ് ആരും കാണാതെയാണ് ഞാൻ ആ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ടിരുന്നത്. എത്രയോ രാത്രികൾ ആ കഥകിൽ അടുക്കള വാതിൽക്കൽ ചാരിയിരുന്ന് രാത്രി മുഴുവനും കണ്ണുനീരോടെ കരഞ്ഞ് എന്റെ കണ്ണിന് കാണത്തക്ക വിധത്തിൽ പായിട്ട് എന്റെ കുഞ്ഞുങ്ങളെ കിടത്തുറക്കിയതെല്ലാം ഇന്നലെ എന്നവണ്ണം എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഓർക്കുകയാ പ്രിയമുള്ളവരെ. പക്ഷെ അപ്പോഴെല്ലാം രാത്രി മുഴുവനും
കണ്ണുനീരോടെ എന്റെ അപ്പയുടെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവം എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. എന്താണോ ബാധ്യത എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയത്, ഏത് മേഖലയിലാണോ ഞങ്ങൾ എല്ലാവർക്കും ബാധ്യതയാകുമെന്ന് പറഞ്ഞത്, അപ്പ അന്ന് രാത്രി സംസാരിച്ചതുപോലെ ആ മേഖലകളിൽ എന്റെ പ്രാണപ്രിയൻ കൈവച്ചു. എന്റെ കുഞ്ഞുങ്ങളെ ദൈവം പഠിപ്പിച്ചു. എന്റെ ജീവിത സന്ധാരണത്തിനുള്ള സകല വഴികളും ഞാൻ ഇന്നും കർത്താവിന്റെ വേല മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും ഒരു പൂജാരിയെ കൊണ്ട് പോലും എന്നെ നടത്തി അത്ഭുതമാവണ്ണം ഇവിടം വരെ നടത്തിക്കൊണ്ടുവന്ന എന്റെ അപ്പയുടെ സ്നേഹത്തെ ഞാൻ ഇന്നലെ എന്ന വണ്ണം ഓർക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം NH-47 സൈഡിൽ ഒരു 150 മീറ്റർ ഉള്ളിലാ. ഒരു ദിവസം ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയമാണ്. മക്കൾ രണ്ടുപേരും പട്ടിണി. അവർ ഉണർന്നു വരുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. രാത്രി മുഴുവനും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഉറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. രണ്ടുപേരെയും ഉറക്കിക്കിടത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞ് നിലവിളിച്ച് വളരെയധികം വേദനയോടെ ദൈവസന്നിധിയിൽ ആശ്രയിക്കാൻ ആരുമില്ല. ആരും ഫോൺ വിളിച്ച് അന്വേഷിക്കാറില്ല. എല്ലാവരും ഭയന്നു പോയി. ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയാകുമെന്ന്. എല്ലാവരെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, എന്റെ അപ്പ ഇനി എല്ലാവരെയും എന്റെ അടുത്ത് നിന്ന് മാറ്റിയതാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. കാരണം ഞാൻ പൂർണ്ണമായി എന്റെ അപ്പയെ മാത്രം സ്നേഹിക്കാൻ, എന്റെ അപ്പയുടെ സ്നേഹം പൂർണ്ണമായി എനിക്ക് ലഭിക്കാൻ, അതിന്റെ നടുവിൽ മാനുഷിക ബന്ധങ്ങളൊന്നും വരാതിരിക്കാൻ അപ്പൻ എല്ലാവരെയും മാറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആരും എന്നെ വിളിക്കാനില്ല, ആരും സംസാരിക്കാനില്ല, ആരും ഒന്നും ചോദിക്കാനില്ല. ചോദിച്ചാൽ എന്തെങ്കിലും സഹായിക്കേണ്ടി വരുമെന്ന് ഭയന്ന് അടുത്തൂടെ പോയാൽ പോലും ആരും ഭവനത്തിലൊന്ന് കയറുകയോ വിളിക്കുകയോ ചെയ്യത്തില്ലാത്തൊരു സാഹചര്യം. അന്ന് ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിപ്രഭാതത്തിൽ ഒരു 5:30 കഴിഞ്ഞ സമയത്ത് ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാ. വാതിൽക്കൽ ഒരു ശബ്ദം കേട്ടു. നമുക്ക് അങ്ങനെ വരാൻ സ്വന്തക്കാരോ ബന്ധുക്കാരോ അങ്ങനെ ആരുമില്ല. ഞാൻ വളരെ ഭാരത്തോടെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും നിർത്താതെയുള്ള ആ ശബ്ദം കേട്ട് വെളിയിൽ ലൈറ്റ് കിടപ്പുണ്ട്. ഞാൻ വന്ന കതകിന്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ഒരു മനുഷ്യൻ അവിടെ വാതിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് വാതിൽ തുറക്കാൻ അതിഭയങ്കരമായ ഭയം തോന്നി. വീണ്ടും അദ്ദേഹം തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തുറക്കെന്ന് പറഞ്ഞ് എന്നെ വാതിൽ തുറന്നു. ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ NH-47 റോഡിലൂടെ ബൈക്കില് കലൂർ ക്ഷേത്രത്തിന്റെ നട തുറക്കാൻ പോകുകയാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടിലോട്ട് തിരിയുന്ന ആ വഴിയുടെ അവിടെ ഒരു ഭയങ്കര പൊക്കമുള്ള ഒരു മനുഷ്യൻ നിന്നിട്ട് ഈ റോഡിലൂടെ എന്നെ അപ്പുറത്തോട്ട് പോകാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ വന്ന് നിൽക്കാൻ ആരുമില്ല, അങ്ങനെ ആരും വരാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഇല്ല, എന്നെ അയാൾ ഇവിടെയാ കൊണ്ടുവന്നത്, എനിക്കറിയത്തില്ല, ആ മനുഷ്യൻ എന്നെ അങ്ങോട്ട് വിടത്തില്ല എന്ന് പറയുന്ന അയാൾ പറഞ്ഞ് അദ്ദേഹത്തെ ശരിക്കും വിറയ്ക്കുക. ഇദ്ദേഹത്തെ തടഞ്ഞു നിന്ന മനുഷ്യനെ ഓർത്ത് അദ്ദേഹം വിറയ്ക്കുന്ന കാഴ്ച, എന്നെ വെട്ടി വിയർത്തൊലിച്ച് വിറയ്ക്കുന്ന കാഴ്ച ഞാൻ കാണുവാനിടയായി തീർന്നു. അയാളിനോട് പറഞ്ഞു, ഗ്ലാസ് വെള്ളം ഇങ്ങനെ തന്നെ. ഞാൻ വേഗത്തിൽ ഗ്ലാസ് വെള്ളം കൊടുത്തു. ഇയാൾ അണച്ച് ആ തിണ്ണയിലോട്ട് ഇരിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ ഇവിടെ കൊണ്ടുവന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അദ്ദേഹം പോകാൻ തുടങ്ങിയപ്പോൾ ചെന്ന് ബൈക്കിലോട്ട് കയറി അദ്ദേഹം പെട്ടെന്ന് വീഴുന്നത് പോലെ ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ട് എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ച് എന്റെ വീട്ടിലേക്ക് വരുവാനിടയായിട്ട് ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പൊ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ തിരിച്ചു വന്ന എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ആ മനുഷ്യൻ ഇവിടുന്ന് വണ്ടി എടുക്കാൻ സമ്മതിക്കുന്നില്ല, നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങൾ എനിക്കുള്ള കട്ടൻ ചായ ഇട്ട് തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, കട്ടൻ ചായ തരാം, പക്ഷെ ഇടാൻ പഞ്ചസാരയില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് പഞ്ചാരയില്ലെന്ന് കണ്ടോണ്ടായിരിക്കും അയാൾ എന്നെ ഇങ്ങോട്ട് വലിച്ചു കയറ്റിയേ, നിങ്ങളുടെ ആരാണ്ടോ ഒരു മനുഷ്യനാ, എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം വെള്ളയാ ഇട്ടേക്കുന്നത്, ഭയങ്കര പൊക്കം, അയാളെ മുഖം കാണത്തില്ല, പക്ഷെ അയാൾ എന്നെ വിടത്തില്ലെന്ന് ആ പൂജാരി എന്നോട് ഇങ്ങനെ പറയുവാനുണ്ട്. എനിക്ക് അപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ മുണ്ടിന്റെ ഈ കുത്തിനകത്ത് നിന്ന് ഒരു 500 രൂപ എടുത്ത് എന്റെ കയ്യിലോട്ട് തന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പൈസ ഒന്നും വേണ്ട, നിങ്ങൾക്ക് കട്ടൻ ചായ ഞാൻ ഇട്ട് തരാന്ന് പറയുമ്പോ, കട്ടൻ ചായ ഒന്നും വേണ്ട, നിങ്ങൾ ഈ പൈസ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല, എനിക്കിവിടെ യാതൊന്നിനും കുഴപ്പമില്ല, തമ്പുരാൻ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞൊരു വാക്ക്, നിങ്ങളുടെ തമ്പുരാൻ ആയിരിക്കും എന്റെ വഴി കൊണ്ട് പറഞ്ഞു വിട്ടത് എന്നാ പൂജാരി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ഞാൻ മൗനമായിട്ട് നിൽക്കുവാനിടയായി തീർന്നു. ഇദ്ദേഹം വീണ്ടും പോകാൻ തയ്യാറെടുത്ത്
വീണ്ടും ബൈക്കിന്റെ അടുത്തോട്ട് ചെന്നിട്ട് വേഗം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ അയാൾ എന്നെ വിടത്തില്ലെന്നാ തോന്നുന്നേ, ഇപ്പോഴും എന്നെ ബൈക്ക് എടുക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ ഞാൻ ആരെയും കണ്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങളുടെ വീട്ടിലോട്ട് അയാൾ എന്നെ വലിച്ചോണ്ട് വരുന്നത് പോലെ വന്നതാ. എന്റെ കൊച്ചെ, എനിക്ക് അവിടെ ചെന്ന് നട തുറക്കേണ്ടതാ, എന്നെ അങ്ങോട്ട് വിടാൻ പറഞ്ഞു. ഇയാൾ ആ പൈസ നമ്മുടെ തിണ്ണയിലോട്ട്, അയാൾ ഇരുന്ന തിണ്ണയിലോട്ട് ഇട്ടിട്ട് ഇയാൾ തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ബൈക്ക് എടുത്ത് അദ്ദേഹം പോകുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആ പൈസ എടുത്ത് പെരയ്ക്കകത്ത് വെച്ചു. ഏകദേശം ഒരു 10 മണിയോടടുത്ത സമയത്ത് ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം തീർത്ത് ഇയാൾ മടങ്ങി വരുന്ന വഴി ആ ഭവനത്തിൽ കയറുവാനിടയായി തീർന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾ പെന്തക്കോസുകാരാണോ? ഞാൻ പറഞ്ഞു, അതെ, പെന്തക്കോസുകാരാ. നിങ്ങൾ ആ പൈസ എടുത്തോ? ഞാൻ പറഞ്ഞു, എടുത്തു, ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പൈസ എടുത്തത് കൊണ്ടാണ് എനിക്ക് ആ സമയത്തിന് പോയി നട തുറക്കാൻ പറ്റിയത്. ആ മനുഷ്യനെ ഞാൻ ഇപ്പോഴും കാണുമ്പോൾ വിറയ്ക്കുകയാ. അദ്ദേഹം എന്ത് പൊക്കമുള്ള മനുഷ്യനാ, എന്ത് തേജസ് അയാളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം കാണാനായിട്ട്. അയാള് NH-47 ഞാൻ ബൈക്ക് ഓടിച്ചു പോയപ്പോൾ അവിടെ റോഡ് തടഞ്ഞു നിന്നു. അവിടെ തന്നെ ഇങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞാൻ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നിങ്ങളുടെ ഭവനത്തിൽ കയറിയപ്പോൾ അദ്ദേഹം ബൈക്കിന്റെ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. 2 പ്രാവശ്യം നിങ്ങൾ പൈസ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ ആ ബൈക്കിൽ എന്നെ കയറുവാൻ സമ്മതിച്ചില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി കേട്ടോ, നിങ്ങളുടെ ദൈവം വിളിച്ച വിളിപ്പുറത്തിറങ്ങുന്ന ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഒരു 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 പൂജാരിയെ കൊണ്ട് പോലും എന്നെയും എന്റെ തലമുറയെ പോഷിപ്പിച്ച ഒരു ഉന്നതനായ അപ്പനെയാ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ 6 വർഷം എങ്ങനെയാണ് കടന്നു വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പ ഞാൻ സ്വർഗീയ ഗവൺമെന്റിന്റെ സർവന്റ് ആകിയാൽ ഒരു മനുഷ്യനോട് 5 രൂപയ്ക്ക് ഞാൻ കൈനീട്ടത്തില്ല. ഒരു മനുഷ്യനോട് ഞാൻ എന്റെ ആവശ്യങ്ങൾ പറയത്തില്ല. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കാൻ പോകത്തില്ല. ആരുടെ മുമ്പിൽ തലകുനിക്കുവാൻ എന്നെ അനുവദിക്കരുതെന്ന് ഒറ്റ പ്രാർത്ഥനയും ഒറ്റ തീരുമാനവും എന്റെ പ്രാണപ്രിയനോട് എടുത്തത് എന്റെ പ്രാണപ്രിയൻ ശ്രദ്ധ വെച്ച് കേട്ടത് കൊണ്ടായിരിക്കാം. കഴിഞ്ഞ 6 വർഷം ഒരു മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞിട്ട് എന്റെ അപ്പനെ അനുവദിച്ചില്ല. ഒരു മനുഷ്യന്റെ ഭവനത്തിൽ ഒരു അന്ത്യം ഉറങ്ങാൻ പോകാൻ എന്നെ അനുവദിച്ചില്ല. ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും പട്ടിണിയും ഒരുപാട് ആവശ്യങ്ങളുടെ മുഖത്തുള്ള നിലവിളികളും ഒക്കെ എന്റെ ജീവിതത്തിൽ വന്നു. പക്ഷെ ഈ വചനം മാറോടക്കി പിടിച്ചത് കൊണ്ട്, എന്റെ പ്രാണപ്രിയന്റെ വിളി യഥാർത്ഥമായി കേട്ടിറങ്ങി തിരിച്ചത് കൊണ്ട്, അവന്റെ ശബ്ദത്തിന് വില കൊടുത്തത് കൊണ്ടായിരിക്കാം ഒരു മനുഷ്യന്റെ മുമ്പിൽ കരനീട്ടാൻ അനുവദിക്കാതെ പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും ശക്തമായി ആഞ്ഞടിക്കുന്നുണ്ട് എങ്കിലും എന്റെ അപ്പൻ ഒന്നിനും എന്നെ അനുവദിക്കാതെ ആ ക്രൂശിന്റെ ചുവട് പറ്റി മുന്നേറുവാൻ തരുന്ന ഭാഗ്യത്തിനായി ഞാൻ എന്റെ അപ്പയെ സ്തുതിക്കുകയാണ്. ഏത് സ്ഥലത്ത് മെസ്സേജിനെ വിളിച്ചാലും എന്റെ അനുഭവം, എന്റെ അപ്പനെ കുറിച്ച് ഒരു ചില വാക്കുകൾ എന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് വളരെ കച്ചോട്ട് ചെയ്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷമില്ല. കാരണം വിളിച്ചവൻ അപ്പനാ, ഇറക്കിയവൻ അപ്പനാ. ജോലി വിട്ട് കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ എല്ലാവരും ചലഞ്ച് ചെയ്ത് എന്നോട് പറഞ്ഞു, നീ എങ്ങനെ മക്കളെ പഠിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് കാണണമെന്ന്. ഭർത്താവ് മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ എങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണമെന്ന്. പ്രിയമുള്ളവരെ, അവരുടെയൊക്കെ മുമ്പിൽ ചലഞ്ച് ചെയ്തവരുടെ മുമ്പിൽ, ചലഞ്ച് ചെയ്ത് സംസാരിച്ചവരുടെ മുമ്പിൽ, ഞങ്ങളൊരു ബാധ്യത എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ഐശ്വര്യമായി എന്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവരെ ഇവിടം വരെ കൊണ്ടെത്തിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. അതിൽ ഏറ്റവും അനുഗ്രഹമായി 2 മക്കളിൽ ഒരാൾ, മൂത്ത മോളിൽ ട്വിൻസ് ആണെങ്കിൽ പോലും അതിൽ മൂത്ത മകളുടെ വിവാഹവും നടത്തുവാൻ ഈ മെയ് മാസം നടത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇത്ര നല്ല അപ്പൻ, ഇത്ര നല്ല സഖി, ഇത്ര നല്ല പ്രാണപ്രിയൻ, ഇത്ര നല്ല കാന്തൻ, ഇത്ര നല്ല മണവാളൻ, ഇത്ര കരുതുന്നവൻ, ഇത്ര സ്നേഹിക്കുന്നവൻ, ഇത്ര അണച്ചു പിടിക്കുന്നവൻ, ഒറ്റ ആഗ്രഹമേ ജീവിതത്തിലുള്ളൂ. ആരും കൂടെ നടക്കാൻ ഇല്ലാതെ വന്നപ്പോൾ കനലും ഉൾപ്പടർപ്പ് നിറഞ്ഞ വഴികളിലൂടെ പട്ടിണിയും പരിവട്ടവുമായി താണ്ടി ഒറ്റയ്ക്ക് എങ്ങനെ നടക്കുമെന്ന് ഞാൻ ഭാരപ്പെട്ടിരുന്നപ്പോൾ മുറിവേറ്റ ആണി കൊണ്ട്, മുറിവേറ്റ കാലുകൾ കൊണ്ട് എന്റെ കൂടെ നടന്നു വന്ന എന്റെ അപ്പന്റെ കാലുകൾ എനിക്കൊന്ന് കാണണം. എല്ലാവരും അകറ്റി നിർത്തിയപ്പോൾ അണച്ചു പിടിക്കാൻ ആരുമില്ലാതെ ഞാൻ, കർത്താവേ എനിക്ക് ആരുമില്ലല്ലോ അപ്പായേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ മുറിവേറ്റ കരം കൊണ്ട്, മുറിവേറ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ നെഞ്ചിലെ സ്പന്ദനം എന്നെ കേൾപ്പിച്ച ആ സ്നേഹമുള്ള അപ്പായെ എനിക്കൊന്ന് കാണണം. ആരും കരുതാനില്ലാതിരുന്നപ്പോൾ, എല്ലാവരും ബാധ്യത എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ, ബാധ്യതയല്ല നീ എന്റെ മകളാണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച എന്റെ പ്രാണപ്രിയന്റെ പൊന്നുമുഖം എനിക്കൊന്ന് കാണണം.
ഈ ആഗ്രഹം മാത്രമായി ഇപ്പൊ ജീവിതത്തിൽ അവശേഷിക്കുന്നത്. അപ്പായെ ഒന്ന് കാണണം, അപ്പയുടെ മുഖം ഒന്ന് കാണണം, അപ്പയോടൊത്ത് വസിക്കണം. ആക്ഷേപവും നിന്നയും പരിഹാസവും കണ്ണുനീരും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതപ്പടകിൽ ഒത്തിരി ഉണ്ടെങ്കിലും ആശ്വസിപ്പിക്കാൻ പോലും ആരെയും കാണാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആരെടുക്കലും പോകാൻ അനുവദിക്കാതെ ആ ക്രൂശിന്റെ ചുവട്ടിൽ ആ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്നുകൊണ്ട് അപ്പയുടെ സ്നേഹവും അപ്പയുടെ സ്നേഹ സാന്ത്വന വാക്കുകളും മധുരമേറിയ വചനവും ഹൃദയത്തിൽ പകർന്നു തന്ന് ബലത്തോടെ നിർത്തുന്ന ആ പ്രാണപ്രിയന്റെ പൊന്നുമുഖം ഒന്ന് കാണണം. ഇന്ന് രാത്രി നമ്മൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എന്റെ അപ്പായെ ഒന്ന് കണ്ടാ മതി, എനിക്ക് എന്റെ അപ്പായെ ഒന്ന് കണ്ടാ മതി, എനിക്ക് എന്റെ അപ്പയോട് ഒത്തൊന്ന് പോയാൽ മതി, എന്റെ അപ്പയുടെ സാന്നിധ്യത്തിൽ എനിക്ക് ജീവിച്ചാൽ മതി എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രിയമുള്ളവരെ, ഇത്ര നല്ലൊരു പിതാവിന്, ഇത്ര നല്ലൊരു അപ്പായെ, ഇത്ര നല്ലൊരു സ്നേഹിതനെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്ര നല്ലൊരു കാന്തനെ, ഇത്ര നല്ലൊരു മണവാളനെ, 10,000 പേരുകളിൽ അതിസുന്ദരനായ എന്റെ പ്രാണപ്രിയനെ പിതാവായി, കാന്തനായി, മണവാളനായി എനിക്ക് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയുക. ജീവിതത്തിന്റെ അനുഭവങ്ങൾ എത്ര പറഞ്ഞാലും തീരത്തില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും വചനത്തിന്റെ ഏടുകളിൽ സംസാരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാകിയാൽ വചനത്തിലൂടെ ദൈവാത്മാവ് പ്രേരണ തരുന്നുവെങ്കിൽ ചില അനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുമെങ്കിലും വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് തിരിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം ഞാൻ വായിക്കുക. മർക്കോസ് 14:37. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? നോക്കിയേ, ഒന്നുകൂടെ ഞാൻ വായിക്കാം. മർക്കോസ് 14:37. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? നമുക്ക് നന്നായിട്ട് അറിയാം മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇവിടെ ദൈവത്തിന്റെ ദാസനായിട്ട് മർക്കോസ് കർത്താവായ യേശുവിനെ അതിശക്തമായി എടുത്തു കാണിക്കുന്ന യേശുവിന്റെ ഉപദേശത്തെക്കാൾ യേശുവിന്റെ ജീവിത പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുസ്തകമാണ് ഈ മർക്കോസിന്റെ സുവിശേഷം. അവിടെ കൊണ്ട് ഞാൻ സുവിശേഷത്തെ കുറിച്ചുള്ള ആ വിവരണം നിർത്തുകയാണ്. ഇവിടെ വായിച്ച വേദഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം. ആ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തില് മഹാപുരോഹിതന്മാരെല്ലാം യേശുവിനെതിരായി കൂടിയാലോചന നടത്തുകയാണ്. അതിന്റെ 10-ാം വാക്യത്തിൽ യൂദയുമായ ഒരു ഗൂഢാലോചന നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 12 മുതലുള്ള വാക്യത്തിൽ യേശു ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുകയാണ്. പെസഹ കഴിച്ച ശിഷ്യന്മാരോടെല്ലാം സംസാരിച്ചിട്ട് അതിന്റെ 32 മുതലുള്ള വാക്യത്തിൽ ഗദസമനയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അപ്പനെയാ കാണിക്കുന്നത്. ഗദസമനയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന നല്ല പിതാവിനെ. ഗദസമനയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തന്റെ പ്രിയ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും തന്നോടൊപ്പം ഉണ്ടായിരുന്നു. 12 ശിഷ്യന്മാർ യേശുവിനുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയാം, അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ അത് വർദ്ധിച്ച് പെരുകയാണ് ഇന്ന് പല സഭകളുമായി തീർന്നത്. ഇന്ന് പല ശിഷ്യന്മാര് നമ്മുടെയൊക്കെ മുമ്പിൽ, നമ്മളും ശിഷ്യന്മാരിൽ ഒരുവരെ പോലെ ജീവിക്കേണ്ട വ്യക്തിത്വം. പക്ഷെ ശിഷ്യത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനൊന്നും എടുത്തു പറയത്തക്ക സവിശേഷതകളൊന്നും പലപ്പോഴും നമ്മിൽ നിന്ന് വരാറില്ല. എങ്കിലും തന്റെ പ്രിയ ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെടുന്ന 3 പേരാണ് പത്രോസും യാക്കോബും യോഹന്നാനും. നോക്കിയേ, അവരെയും കൊണ്ട് പ്രധാനപ്പെട്ട പല സംഭവങ്ങളും പല അത്ഭുതങ്ങളും ചെയ്യാൻ എന്റെ അപ്പ കടന്നുപോയിക്കൊണ്ടിരുന്നത്. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതും ഗദസമനയിൽ പ്രാർത്ഥിക്കാൻ പോയതും ഉൾപ്പെടെയുള്ള ചില അത്ഭുതങ്ങളും ചില സംഭവങ്ങളും ഈ പ്രിയ ശിഷ്യന്മാരോടൊപ്പം ചെന്ന് അപ്പ നടത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ 3 പ്രിയ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഗദസമനയിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് കർത്താപ്പച്ചൻ അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വാചകം മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. തന്റെ മുന്നിൽ വരാൻ പോകുന്ന വേദന എത്ര കാഠിന്യമാണെന്നും താൻ അനുഭവിക്കാൻ പോകുന്ന വേദനയുടെ കാഠിന്യം എത്ര വലുതാണെന്നും അവർ തന്നെ എത്രത്തോളം വേദനയിലൂടെ കടത്തിവിടുമെന്നും ആഴത്തിൽ മനസ്സിലാക്കുന്ന സർവജ്ഞാനിയായ പുത്രൻ
ഇരുന്ന് നിലവിളിച്ച് അപ്പനോട് പറയുക, അപ്പാ എന്റെ മുന്നിൽ ഇന്നിന്ന വേദനകളാ വരാൻ പോകുന്നത്. എന്റെ ഹൃദയ പ്രാണം, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ് താൻ നിലവിളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ മുമ്പിൽ താൻ അനുഭവിക്കാൻ പോകുന്ന സകലതും പിതാവിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ട് താൻ പറയുന്ന ഒരു വാക്കുണ്ട്, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടം ദൈവത്തിന്റെ ഹിതമാക്കി മാറ്റാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടം ദൈവത്തിന്റെ ഹിതമാക്കി മാറ്റാൻ നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ അല്പം പ്രയാസമേറിയതെങ്കിലും, അപ്പാ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറുവാനും ആ ഹിതം പൂർണ്ണമായി അംഗീകരിച്ച് അങ്ങേ സ്തുതിക്കുവാനുമുള്ള നല്ല മനസ്സ് എനിക്ക് തരണമെന്ന് പറഞ്ഞ് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെങ്കിൽ നാം ആഗ്രഹിക്കുന്ന അളവിലായിരിക്കില്ല ദൈവത്തിന്റെ ഹിതം നമ്മിൽ വെളിപ്പെടുന്നത്. നാം ആഗ്രഹിക്കുന്ന രാജ്യത്തിലേക്കുള്ള എൻട്രി ആയിരിക്കില്ല ദൈവത്തിന്റെ ഹിതത്തിൽപ്പെട്ടത്. നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലമായിരിക്കില്ല തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതി വെച്ചത്. പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, അപ്പ ചെയ്യുന്നതെല്ലാം 101% പെർഫെക്റ്റാ. അപ്പയുടെ ഹിതം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം 100% അവൻ സേഫ് ആയിരിക്കും. 100% അവന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. 100% അവന് അനുഗ്രഹത്തിന് കാരണമാകുന്നതായിരിക്കും. ഒരിക്കൽ പോലും നമ്മുടെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഹിതമാക്കി മാറ്റാതെ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ആരാഞ്ഞറിഞ്ഞ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി അപ്പനോടൊപ്പം സഞ്ചരിക്കുവാൻ പുത്രൻ തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക പിൻപറ്റുവാൻ ദൈവമക്കളെ നമുക്ക് ഈ ഭൂമിയിൽ കഴിയണം കേട്ടോ. നമുക്ക് ഈ ഭൂമിയിൽ കഴിയണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അപ്പ കഷ്ടതയായാലും പട്ടിണിയായാലും പ്രയാസമായാലും പ്രതിസന്ധിയായാലും വേദനയായാലും ഭാരമായാലും എന്തായാലും അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണം. ഒറ്റ അപേക്ഷയേ ഉള്ളൂ, അങ്ങയുടെ ഹിതം ജീവിതത്തിൽ നിറവേറുവാൻ എന്നെ തന്നെ സമർപ്പിച്ച് അത് കാഠിന്യമുള്ളതാണെങ്കിലും പ്രയാസമുള്ളതാണെങ്കിലും അത് ഞാൻ പട്ടുപോകാൻ ഇടവരാതെ അതിനെ ഓവർകം ചെയ്യുവാൻ ഒരു വിശേഷ കൃപയും കൂടെ എന്റെ മൺകൂടാരത്തിൽ തരണമേ എന്ന എന്റെ പ്രാണപ്രിയനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ട്. ഇവിടെ പുത്രൻ തമ്പുരാൻ തന്റെ പിതാവിനോട് പറയുക, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പിതാവ്, പ്രാർത്ഥിക്കുന്ന പുത്രൻ തമ്പുരാനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങി വന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവർ ഉറങ്ങുന്നത് കണ്ട്. അവർ എന്ന് പറഞ്ഞാൽ 3 പേരും ഉറങ്ങുകയാണ്, ഒരാളല്ല 3 പേരും. 3 പേരും ഉറങ്ങുമ്പോൾ കർത്താവ് വിളിക്കുന്നത് ശീമോൻ പത്രോസിനെ മാത്രമാണ്. എന്നെ ഭയങ്കരമായിട്ട് അത് ചിന്തിപ്പിച്ചു. ഇന്ന് രാത്രി നിങ്ങളിൽ എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉറങ്ങുന്നത് 3 പേരും കൂടാ, ഒരാളല്ല ഉറങ്ങിയത്. പത്രോസ് മാത്രമല്ല, യാക്കോബും യോഹന്നാനും പത്രോസും ഉറങ്ങുകയാ. പക്ഷെ അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് അപ്പൻ വിളിച്ചത് പത്രോസിനെയാ. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശീമോനെ നീ ഉറങ്ങുവാണോ? എനിക്ക് ആ ശബ്ദം എന്റെ ഹൃദയത്തിനകത്ത് ചാട്ടുളി പോലെ പതിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. നീ ഉറങ്ങുവാണോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്നല്ല ചോദിച്ചത്, നിനക്ക് കഴിഞ്ഞില്ലയോ എന്ന്. എന്തുകൊണ്ടാ അപ്പൻ 3 പേരും ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട് മാത്രം ചോദിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ 3 പേരോട് ചോദിക്കാത്തത്? പത്രോസിനോട് സെപ്പറേറ്റ് ആയിട്ട് യേശുപ്പച്ചൻ എന്തെങ്കിലും വൈരാഗ്യമുള്ളത് കൊണ്ടാണോ? പിണക്കുള്ളത് കൊണ്ടാണോ? സ്നേഹക്കൂടുതലുള്ളത് കൊണ്ടാണോ? ഒന്നുമല്ല പ്രിയമുള്ളവരെ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചു, അപ്പൻ എന്തുകൊണ്ടാ 3 പേരിരുന്നിട്ടും പത്രോസിനോട് മാത്രം ചോദിച്ചത് എന്ന് ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് അതിഭയങ്കര വേദന ഉണ്ടാകുവാനിടയായി തീർന്നു. 3 പേരും ഉണർന്നിരിക്കാൻ എന്റെ അപ്പൻ ആഗ്രഹിച്ചില്ല. 3 പേരും ഉണർന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ ഉണർന്ന് ഇവിടെ ഇരിപ്പീൻ എന്ന്
ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ സത്യമാ. 3 പേരും പ്രാർത്ഥിക്കണമായിരുന്നു. എന്നാൽ 3 പേരും പ്രാർത്ഥിക്കണം എന്നുള്ളത് അപ്പന്റെ ഹിതമായിരുന്നെങ്കിലും പത്രോസിന്റെ ഉറക്കം തന്നെ ഈ ചോദ്യത്തിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീർന്നു. ചോദിക്കുന്ന ചോദ്യം ഇന്ന് രാത്രി അപ്പൻ എന്നോട് ചോദിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആൻസി, നീ ഉറങ്ങുവാണോ? നീയും ഉറങ്ങുവാണോ? നിനക്കൊരു നാഴിക എന്നോടൊപ്പം ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ 1000 മറുപടികൾ എന്റെ ഹൃദയത്തിനകത്ത് വരും. കാരണം അപ്പൻ നടത്തിയ വിധങ്ങൾ മറ്റെല്ലാവരെക്കാളും വ്യത്യസ്തമായി എന്നെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ ആഴം, എനിക്ക് വേണ്ടി കരുതിയ ആ കരുതലിന്റെ ആഴം, അതൊക്കെ ഓർത്താൽ എങ്ങനെ മറ്റുള്ളവർ ഉറങ്ങുന്നത് പോലെ നീയും ഉറങ്ങുവാണോ എന്ന ചോദ്യമായിരിക്കും എന്നോട് ചോദിക്കുന്നോർത്ത് പലപ്പോഴും ഞാനും ഭാരപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്തകൾ, ദൈവാത്മാവ് കൊണ്ടുതന്ന ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് പത്രോസിനോട് ചോദിച്ചത് നീ ഉറങ്ങുവാണോ എന്ന്? അത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന പത്രോസിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന ചരിത്രം പഠിപ്പിക്കുന്നത്. ഈ മത്സ്യത്തെ പിടിച്ച് കരയിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ദിവസങ്ങളോളം കടലിൽ പോയി വലയിട്ട് പടക് നിറച്ച് മത്സ്യവുമായി കരയിൽ വന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ പല ഭാഗങ്ങളാക്കി കൊണ്ടു നടന്ന് വിറ്റോ, ലേലം വിളിച്ച് വിറ്റോ ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവമായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം. നമുക്കറിയാം, മത്സ്യം നമ്മുടെ കയ്യിൽ ഇരിക്കും തോറും, മത്സ്യം വലവീശുകാരന്റെയോ അല്ലെങ്കിൽ എന്താ പറയുക, മത്സ്യബന്ധനം നടത്തുന്നവരുടെയോ കരങ്ങളിൽ ഇരിക്കും തോറും അത് ചീഞ്ഞുകൊണ്ടേയിരിക്കും, അതിന് ദുർഗന്ധം വന്നുകൊണ്ടേയിരിക്കും. അത് വിൽക്കുന്നവനെയും ചുമക്കുന്നവനെയും ഒക്കെ അതിന്റെ സ്മെല്ല്, ആ ദുർഗന്ധം അവരുടെ ശരീരത്തിൽ ഉണ്ടായെന്നിരിക്കും. നമുക്കറിയാം അല്ലെ, മീൻകാര് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കടപ്പുറത്ത് താമസിക്കുന്നവർക്ക് അത് നന്നായിട്ട് അറിയാൻ സാധിക്കും. മത്സ്യബന്ധനം നടത്തുന്നവരുടെ ഭവനമോ അവർ ധരിക്കുന്ന വസ്ത്രമോ അവർ ഏർപ്പെട്ടു നിൽക്കുന്ന മേഖലകൾ പോലും അത്തരത്തിലുള്ള ആ മത്സ്യത്തിന്റെ ഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ലൂക്കോസ് 5:10 കർത്താവ് അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഇതുവരെ മത്സ്യത്തെ പിടിച്ചവനായിരുന്നു, ഇനി നീ മത്സ്യത്തെ പിടിക്കുന്നവനല്ല, നീ വാ, എന്നെ അനുഗമിക്ക്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മുഴുലോകത്തെക്കാളും വിലയേറിയ മനുഷ്യനെ പിടിക്കത്തക്ക വിധത്തിൽ ദുർഗന്ധത്തിൽ കിടന്നവനെ, ശാന്തനെ, ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ ജീവിച്ചവനെ, ഈ ഭൂമിയിലെ മത്സ്യം പിടിച്ച് കരങ്ങളിൽക്കുള്ളിൽ വെച്ച് അല്ലെ പടകിൽ വെച്ച് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ചത്ത്, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന, അത് കൊണ്ടു നടക്കുന്നവനെയും ചുമക്കുന്നവനെയും വിൽക്കുന്നവനെയും ഒക്കെ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ കിടന്ന അങ്ങനെ ഉപജീവനം കഴിച്ച പത്രോസിനെ ഒറ്റ വിളി കൊണ്ട് മുഴുലോകത്തെക്കാളും വിലയേറിയ മനുഷ്യനെ പിടിക്കുന്നവനാക്കിയ സ്നേഹമോർത്ത് ഈ രാത്രി, പത്രോസേ, നീ ഉറങ്ങുകയാണോ? ഒരു നാഴിക നിനക്ക് ഞാൻ ചെയ്ത ഉപകാരത്തെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയ മാറ്റത്തെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ സ്ഥിതിക്ക് ഞാൻ വരുത്തിയ ഭേദത്തെ ഓർത്തെങ്കിലും നിനക്കൊന്ന് ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ചാട്ടുളി പോലെ പത്രോസിന്റെ അകത്തളത്തിൽ കയറിയിട്ടുണ്ടാവാം. പ്രിയമുള്ളവരെ, പത്രോസ് എന്ന് യേശുവിനെ കണ്ടോ അന്നു മുതൽ പത്രോസിന്റെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ പരമ്പരയാ. 12 ശിഷ്യന്മാരിൽ പ്രധാനിയായി അവനെ ദൈവം മാറ്റി. ആദിമസഭയുടെ വാക്താവായി ദൈവം അവനെ തിരഞ്ഞെടുത്തു. ശിഷ്യന്മാരിൽ ഒന്നാമൻ എന്ന പദവിയിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. പ്രധാന സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചിരുന്നത് ഈ പത്രോസ് ആയിരുന്നു. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഒരു കണ്ണിനും ദയ തോന്നാതെ തള്ളിക്കളഞ്ഞപ്പോൾ, ആരും വീണ്ടെടുക്കാൻ ഇല്ലാതിരുന്നപ്പോൾ, ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിന്റെ പലവിധ സാഹചര്യത്തിന് നടുവിൽ കൂടി ജീവിതം തള്ളി നീക്കിയപ്പോൾ അവിടെ വന്ന് നിന്ന് നിന്നെ വീണ്ടെടുത്ത് നിന്നെ തന്റെ മകളാക്കി പുത്രത്വത്തെ തന്ന് ഇത്ര വലിയ രക്ഷ അകത്തളത്തിൽ പകർന്നു തന്ന് നിത്യജീവൻ ഉടമയാക്കിയ നാശകരമായ കുഴിയിൽ നിന്നും, കുഴിഞ്ഞ ചേറ്റിൽ നിന്നും, ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിന്നെ കരം പിടിച്ചു കൊണ്ടുവന്ന ആ പ്രാണപ്രിയൻ സ്നേഹമോർത്തിട്ടെങ്കിലും ഒരു നാഴിക എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ കഴിയുന്നില്ലയോ എന്ന്
അപ്പൻ ചോദിക്കുമ്പം ഇന്ന് രാത്രി ഈ ചോദ്യം നമ്മുടെയൊക്കെ അകത്തളത്തെ ഭരിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഒരിക്കലും ഉയരത്തില്ലെന്ന് ലോകം മുഴുവൻ എന്നെയും എന്റെ തലമുറകളെ നോക്കി വിധി എഴുതിയ സ്ഥാനത്തും എല്ലാവരും ഉണ്ടായിട്ടും അനാഥരെ പോലെ ജീവിക്കേണ്ടി വന്ന ഞങ്ങളുടെ സാഹചര്യത്തിന്റെ നടുവിൽ ഒരിക്കലും ഉയരില്ല എന്ന സകല മനുഷ്യരും, ഒരിക്കലും കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം പൂർത്തിയാക്കത്തില്ലെന്ന് അറിയാവുന്നവർ മുഴുവനും വിധി എഴുതിയ തള്ളിയ സ്ഥാനത്ത് എന്റെ അടുക്കൽ ഇറങ്ങി വന്ന, എന്റെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ കിടന്ന എന്നെ മുഴുലോകത്തെക്കാളും വിലയേറിയ ആത്മാവിനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റിയ എന്റെ പ്രാണപ്രിയന്റെ സ്നേഹം അകത്തളത്തിൽ വരുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഉറങ്ങാതെ രാത്രികൾ അവന്റെ സന്നിധിയിൽ ചെലവഴിക്കാറുണ്ട്. ഈ സൂം മാധ്യമത്തിലൂടെ എന്നെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ദുർഗന്ധം വമിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആരും ആശ്രയിക്കാനോ ആരും കൈത്താങ്ങല് തരാനോ ഇല്ലാതിരുന്ന എത്ര അവസരങ്ങൾ ജീവിതത്തിൽ വന്നു. വാടകോരി ശത്രു ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ആക്ഷേപവും നിന്നയും പറഞ്ഞ് സകലരുടെയും മുമ്പിൽ പരിഹാസ വിഷയമായി മാറി നിന്നപ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കരം പിടിച്ചുയർന്നവന് വേണ്ടി, കരം പിടിച്ചുയർത്തിയവന് വേണ്ടി, ഇവിടം വരെ എത്തിച്ചവന് വേണ്ടി, സകല നന്മകളും തന്നവന് വേണ്ടി ഒരു നാഴികയെങ്കിലും ഉണർന്നിരിപ്പാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള വേദന എപ്പോഴെങ്കിലും അകത്തളത്തെ ഭരിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവനോടൊപ്പം ഒന്ന് ഉണർന്നിരിക്കണം കേട്ടോ. ചില മണിക്കൂറുകൾ അവനോടൊപ്പം ഒന്ന് ഉണർന്നിരിക്കണം, ചില മണിക്കൂറുകൾ അവനോടൊപ്പം ഒന്ന് സംസാരിക്കണം, ചില മണിക്കൂറുകൾ അവന്റെ സാന്നിധ്യത്തിനകത്തൊന്ന് കയറിയിരിക്കണം. അപ്പനോട് പറയണം, അപ്പാ ഞാൻ ഉണർന്നിരിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ഇടിവിൽ നിൽക്കാം. ഏത് വിഷയമായിരുന്നാലും എന്തായിരുന്നാലും അങ്ങയുടെ പാദപീഠത്തിങ്കൽ രാത്രിയെ പകലാക്കി വീണ് കിടക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി സമർപ്പിക്കുവാൻ കഴിയും? ഒത്തിരി വേദനയോടെയാ ഈ ഭാഗം ഞാൻ വായിച്ചത്. അതേ പ്രിയമുള്ളവരെ, ദുർഗന്ധം വമിക്കത്തക്ക രീതിയിൽ ജീവിത സാഹചര്യങ്ങളിൽ അധപ്പതനം സംഭവിച്ചപ്പോൾ, ദുർഗന്ധം വമിക്കത്തക്ക രീതിയിൽ സകല മനുഷ്യരുടെയും മുമ്പാകെ ചോദ്യചിഹ്നമായി മാറ്റപ്പെട്ടപ്പോൾ അവിടെ വന്ന് നിർത്തി, അവിടെ കൊണ്ടുവന്ന് നിർത്തി മനുഷ്യരെ പിടിക്കുന്നവനാക്കി. നോക്കിയേ, എത്ര ശ്രേഷ്ഠകരമായ അവസ്ഥയിലേക്കാ ഒരു സെക്കൻഡ് കൊണ്ട് സ്വർഗം അവനെ കൊണ്ടെത്തിച്ചത്. മത്സ്യത്തെ പിടിച്ച് ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം ധരിച്ച് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ ജീവിച്ചവനെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ലോകത്തെക്കാളും മുഴു ലോകത്തെക്കാളും വിലയേറിയ ഒരു മനുഷ്യന്റെ ആത്മാവിനെ, ഒരു മുഴു ലോകത്തെക്കാളും വിലയേറിയെന്ന വചനം പറയുന്നത്. എങ്ങനെയെങ്കിൽ മുഴു ലോകത്തെക്കാളും വിലയേറിയ ഒരു മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റുന്ന ആ ദൈവം ഒരു സെക്കൻഡും കൊണ്ട് അവന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ഓർത്തിട്ടെങ്കിലും, ശീമോനെ നീ ഉറങ്ങുകയാണോ, നീ ഉറങ്ങുകയാണോ? ഒരു നാഴിക നിനക്ക് എന്നോട് കൂടി ഉണർന്നിരിപ്പാൻ കഴിയുകയില്ലയോ എന്ന ചോദ്യം ശീമോന്റെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ പതിച്ചിട്ടുണ്ടാവാം. ഇന്ന് രാത്രി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അതിനോട് ചേർത്തൊന്ന് തട്ടിച്ചു നോക്കൂ. എത്ര സാഹചര്യങ്ങളിൽ നാം ഇല്ലാതെയായി പോയി, എത്ര സാഹചര്യങ്ങളിൽ ശത്രു നമ്മെ നോക്കി വാട കോരി, എത്ര സാഹചര്യങ്ങളിൽ ഒരിക്കലും ഉയരില്ല എന്ന് നമ്മെ നോക്കി വിധി എഴുതി. അതിന്റെ നടുവിൽ കരം പിടിച്ചുയർത്തിയ, അഭിമാനത്തോടെ ഇന്നും തല ഉയർത്തി എല്ലാവരുടെയും മുമ്പാകെ നിൽക്കുവാൻ, എവിടെ ചെന്നാലും നമുക്കൊരു സ്ഥാനവും ഒരു പദവിയും നൽകി മാന്യതയുള്ളവനാക്കി മാറ്റിയ ആ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? മാന്യതയുള്ളവനാക്കി മാറ്റിയ, മാന്യതയുള്ളവളാക്കി മാറ്റിയ, ഒരു കണ്ണിനും ദയ തോന്നാതെ, ആരും ശ്രദ്ധിക്കാൻ പോലും ഇല്ലാതെ, ഒന്ന് ഫോൺ വിളിച്ചു പോലും ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതെ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, എവിടെ ചെന്നാലും അവഗണനയും ആക്ഷേപവും മാത്രം കൈമുതലായി ജീവിച്ച സാഹചര്യത്തിന്റെ നടുവിൽ ഏത് സാഹചര്യത്തിൽ ചെന്നാലും മാന്യതയുള്ളവളാക്കി നമ്മെ മാറ്റിയ ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് അവനോടൊപ്പം ഉണർന്നിരിപ്പാൻ, അവനോടൊപ്പം സഞ്ചരിപ്പാൻ, അവനോടൊപ്പം ആരാധിപ്പാൻ, അവനോടൊപ്പം പ്രാർത്ഥിപ്പാൻ, രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ള ഒരു അപ്പനോടൊപ്പം രാത്രി മുഴുവനും ചെലവഴിക്കുവാൻ മാന്യത തന്നത് ഓർത്ത് എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? വെറുതെയല്ല കർത്താവ് അവനോട് ചോദിച്ചത്, ശീമോനെ നീ ഉറങ്ങുകയാണോ? ഈ അവസ്ഥ ആയിരുന്നില്ല യാക്കോബിന്റെയും യോഹന്നാന്റെയും ജീവിതത്തില്. ഇതായിരുന്നില്ല അവരുടെ സാഹചര്യം. എല്ലാവരെക്കാൾ അധികമായി ഒന്നാമനാക്കി പത്രോസിനെ അരിമനാഥനാക്കിയതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം നോക്കണമേ.
അത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് മാന്യതയുള്ളവനാക്കിയ സ്നേഹം ഓർത്തിട്ട് പത്രോസേ, നീയെങ്കിലും ഇന്ന് രാത്രി ഒന്ന് ഉണർന്നിരിക്കാമോ എന്ന് ചോദിക്കുക. കാരണം ഞാൻ അനുഭവിക്കുന്ന വേദന നിന്നോളം മനസ്സിലാക്കാൻ പറ്റുന്ന ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന അരുമനാഥന്റെ ചോദ്യത്തിന് അപ്പാ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് ഇന്ന് രാത്രി എത്ര പേര് സമർപ്പിക്കും? അതിനുശേഷം ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പ ഈ ഒരു സംഭവം മാത്രമാണോ പത്രോസിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി? കർത്താവ് പറഞ്ഞ അല്ല. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 25 മുതൽ 33 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്റെ മീതെ കൂടെ നടന്ന് പടകിലെത്തുവാൻ നോക്കിയ അരുമനാഥനായ യേശുവിന്റെ സ്നേഹം. രാത്രിയുടെ 4-ാം യാമത്തിൽ വെള്ളത്തിന്റെ മീതെ യേശു നടന്നു വരുന്ന കണ്ടുകൊണ്ട് ശിഷ്യന്മാർ അലറിക്കരഞ്ഞു പറഞ്ഞു, ഇത് ഭൂതമാ. രാത്രിയിൽ വരുന്നത്, വെള്ളത്തിന്റെ മീതെ കൂടെ നടന്നു വരുന്നത് ഇത് ഭൂതമാണെന്ന് പലരും പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരുത്തൻ പറഞ്ഞു അത് ഭൂതമല്ല, അത് കർത്താവാണെന്ന് പറഞ്ഞു. കർത്താവ് ഉടനെ പറഞ്ഞു, അതെ ഞാൻ തന്നെ എന്ന് പറയുന്ന ശബ്ദം. ഇത് കേട്ട മാത്രയിൽ പത്രോസ് ചാടിക്കേറി പറഞ്ഞു, കർത്താവേ, അങ്ങാണ് വെള്ളത്തിന്റെ മീതെ കൂടെ നടന്നു വരുന്നതെങ്കിൽ എന്നോട് അങ്ങനെ വരാൻ അങ്ങ് കൽപ്പിച്ചാലും. നമുക്ക് ചരിത്രം നന്നായിട്ട് അറിയാമല്ലോ പ്രിയമുള്ളവരെ. പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, അതെ ഞാൻ തന്നെ, നീ നടന്നു വരിക എന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് പുറത്തിറങ്ങി. പടകിൽ നിന്ന് വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ, അപ്പന്റെ അടുക്കൽ ചെല്ലുവാൻ ഇറങ്ങി. പത്രോസ് തിരുമുഖത്തേക്ക് നോക്കി ഇറങ്ങിയെങ്കിലും 1-2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ നോട്ടം തിരുമുഖത്ത് നിന്ന് മാറി. അപ്പോഴവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഉടനെ നിലവിളിച്ചു, ഞാൻ മുങ്ങിപ്പോകുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ച് അവൻ നിലവിളിക്കുന്ന ഒരു സാഹചര്യം നോക്കിയേ. 1, 2, 3 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴാ പത്രോസ് മുങ്ങിയത്. എന്നാൽ ആ 1, 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തുഴയുടെ അകലത്തിൽ അരുമ ശിഷ്യന്മാർ, തന്റെ കൂട്ടു ശിഷ്യന്മാർ പടകിലുണ്ട്. മുങ്ങിത്തുടങ്ങുന്നവനെ 1 സെക്കൻഡ് കൊണ്ട് തിരികെ പടകിൽ കയറ്റുവാൻ അവർക്ക് കഴിയും. കാരണം അത്രമാത്രം പ്രഗത്ഭരായ ആ വ്യക്തികളാ. തുഴയാനും മത്സ്യബന്ധനം നടത്താനും ഒക്കെ പ്രഗത്ഭരായ കൂട്ടുകാരാ പടകിലുള്ളത്. 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് വെച്ച ഒരു തുഴയുടെ നീളത്തിൽ ശിഷ്യന്മാർ പടകിലുണ്ട്. വേഗത്തിൽ 1 സെക്കൻഡ് മതിയായിരുന്നു അവർക്ക് ഓടി വന്ന് പത്രോസിനെ പിടിച്ച് തിരികെ പടകിൽ കയറ്റാൻ. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നപ്പോൾ, അല്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതി അവർ ആ പടകിൽ തന്നെ ഇരുന്നപ്പോൾ, മുങ്ങിത്തുടങ്ങിയ പത്രോസിനെ കൈപിടിച്ച് ജീവിതമാകുന്ന പടകിൽ തിരികെ കൊണ്ടുവന്ന് നിർത്തിയ അപ്പയുടെ സ്നേഹം മറ്റു ശിഷ്യന്മാർ അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഈ വൈകിയ സമയത്ത് ഒരു ദൂത് പറയട്ടെ. നിന്റെ ജീവിതമാകുന്ന പടക് മുങ്ങിത്തുടങ്ങിയപ്പോൾ സഹായിക്കുമെന്നും സംരക്ഷിക്കുമെന്നും കരുതിയവർ പോലും മുഖം തിരിച്ചു കളഞ്ഞപ്പോൾ, സഹായിപ്പാൻ കപ്പാസിറ്റി ഉള്ള പലരും, സഹായിപ്പാൻ പ്രാപ്തിയുള്ള പലരും മുഖം മറച്ചു കളഞ്ഞപ്പോൾ, അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കരം നീട്ടാതെ ആശ്വസിപ്പിക്കാതെ മാറി നിന്നപ്പോൾ, നീ മുങ്ങണ്ട, ഞാൻ നിന്നെ കൈപിടിച്ച് കയറ്റാമെന്ന് പറഞ്ഞ് എല്ലാവരും മാറി നിന്നപ്പോൾ, കൈപിടിച്ച് ജീവിതമാകുന്ന പടകിൽ നിന്നെ തിരികെ കൊണ്ട് കയറ്റിയത് മറ്റ് 11 ശിഷ്യന്മാർക്കും ലഭിക്കാത്തതും അവർക്കാർക്കും വേണ്ടി ഞാൻ ചെയ്യാത്തതുമാകുന്ന വിശേഷ പ്രവൃത്തിയാ പത്രോസേ. നീ അതോർത്തെങ്കിലും ഒരു നാഴിക എന്റെ കൂടെ ഉണർന്നിരിക്കത്തില്ലയോ? ഞങ്ങളുടെ ജീവിതമാകുന്ന പടക് മുങ്ങിത്തുടങ്ങിയ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ചലഞ്ച് ചെയ്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ മക്കളെ പഠിപ്പിക്കുന്ന എനിക്കൊന്ന് കാണണം. 3 മേജർ അറ്റാക്ക് വന്ന് ഹാർട്ടിന്റെ എബിനോഡിന്റെ ഭാഗത്ത് 5-ലധികം ബ്ലോക്കുമായി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പം സകല ഡോക്ടേഴ്സും പറഞ്ഞു ഷീസ് നോ മോർ. അങ്ങനെ പറഞ്ഞ് കയ്യിൽ ഞരമ്പ് കിട്ടാതെ 13-ലധികം പ്രാവശ്യം ഒരു ഞരമ്പിന് വേണ്ടി എന്നിട്ട് ശരീരമാസകലം അവർ കുത്തിക്കഴിച്ചിട്ടും ഒരു ഡ്രോപ്പ് ഇഞ്ചക്ഷൻ കയറ്റാൻ പറ്റാതെ അനസ്തെറ്റിക്സ് വന്ന്
സെൻട്രൽ ലൈൻ ഇട്ട് വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തക്ക വിധത്തിൽ രാത്രി 3 മണിക്ക് അനസ്തറ്റിക്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അർത്ഥബോധാവസ്ഥയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനോട് പറഞ്ഞു, എന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കണം. വെന്റിലേറ്ററിൽ കിടത്തിയോ അല്ല ഒരു രോഗിയായിട്ട് തന്നെ എനിക്കിനി പുറത്തു പോകാൻ ആഗ്രഹമില്ലപ്പാ എന്ന് ഞാൻ പറഞ്ഞ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അതിഭയങ്കരമായ ഒരു ചെസ്റ്റ് പെയിൻ എനിക്ക് വരുവാനിടയായി തീർന്നു. ഇന്നലെ എന്ന വണ്ണം ഞാനത് ഓർക്കുകയാ. എന്റെ ബെഡിന്റെ ചുറ്റും നിന്ന സകല ഡോക്ടേഴ്സും സകല നേഴ്സുമാരും, എന്റെ മോൾ ഒരാൾ വെളിയിലിരിപ്പുണ്ട്, എല്ലാവരും നോക്കി നിൽക്കെ ഞാൻ ബെഡിൽ നിന്ന് അറിയാതെ മൊത്തത്തിലൊന്ന് പൊങ്ങി ആ പെയിൻ വന്നപ്പോൾ അവരോർത്തു അടുത്ത അറ്റാക്ക് വന്നു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന്. പക്ഷേ അതുവരെ കാർഡിയാക് മോണിറ്ററിന്റെ ശരീരത്തെ സെറ്റ് ചെയ്തിരുന്നത് മുഴുവനും, ടോപ്പ് വിട്ടത് മുഴുവനും, ECG ലീഡ്സ് മുഴുവനും, ECG നോർമൽ എടുത്തത് മുഴുവനും, എല്ലാം വേരിയേഷനും പോസിറ്റീവുമായിരുന്നപ്പോൾ ഈ ഒരു സിവിയർ ചെസ്റ്റ് പെയിൻ ഒരു സെക്കൻഡിലേക്ക് 2-3 സെക്കൻഡിലേക്ക് വന്ന് വേഗത്തിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ബെഡിലേക്ക് അമർത്തി കിടത്തുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന മെഷീനിലൂടെയല്ല, ഒരു നോർമൽ ഹാർട്ടിന്റെ വേവ്സ് വരുവാൻ തുടങ്ങി, ഒരു നോർമൽ ഹാർട്ടിന്റെ ലീഡ്സ് വരുവാൻ തുടങ്ങി. എല്ലാവരും ഓർത്തു നേരത്തെ വന്ന ചെസ്റ്റ് പെയിനിൽ എന്റെ ശരീരത്തിൽ ഒട്ടിച്ചിരുന്ന ലീഡ്സ് എല്ലാം മാറിപ്പോയത് കൊണ്ടായിരിക്കുമെന്ന് കരുതി അതെല്ലാം വലിച്ചു പറിച്ചിട്ട് ഒരു പുതിയ ഇലക്ട്രോഡ്സ് വെച്ച് വേറെ മെഷീൻ കണക്ട് ചെയ്തെല്ലാം നോക്കി. പക്ഷെ ECGക്കകത്ത് വരുന്ന വേവ്സ് മുഴുവനും നോർമലായിരുന്നു. അനസ്തെറ്റിക്സ് വന്ന് ഗ്ലൗസ് ഇട്ടോണ്ട് എന്റെ അടുത്ത് വന്നിട്ട് അടുത്ത് നിന്നോണ്ട് ഈ കാർഡിയാക് മോണിറ്ററിലോട്ട് നോക്കിയിട്ട് ചോദിച്ചു, ഈ പേഷ്യന്റിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ വിളിച്ചത്? നല്ല സുബോധത്തോടെ ഞാൻ കിടക്കുകയാ. ഉടനെ അവര് പറഞ്ഞു, അതെ, ഈ പേഷ്യന്റിന് വേണ്ടിയാണ് വിളിച്ചത്. ഉടനെ പറഞ്ഞു, ഈ പേഷ്യന്റ് ECG വേവ്സ് മുഴുവൻ നോർമൽ ആണല്ലോ, പിന്നെ ഇവർക്ക് വേണ്ടി എന്തിനാ എന്നെ വിളിച്ചു വരുത്തി എന്ന് ചോദിച്ചു. അന്നേരം അവര് പറഞ്ഞു, ഇതാണ് സാറെ പഴയ റിപ്പോർട്ട്സ്, ഇവിടെ വന്നതിന് ശേഷം നോക്കിയ റിപ്പോർട്ടുകളെല്ലാം ഇതാണ് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ദൈവവിശ്വാസിയാണോ? നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന ആളാണോ? ഞാൻ പറഞ്ഞു, അതെ. എന്നാൽ 2 മണിക്കൂർ കടന്നിട്ട് എഴുന്നേറ്റ് പൊക്കോ, നിങ്ങളുടെ ഹാർട്ടിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. 3-ലധികം മേജർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന് വിധി എഴുതിയ മെഡിക്കൽ സയൻസിന് മുമ്പിൽ ഏബിനോഡിന്റെ ഭാഗത്ത് 5-ലധികം ബ്ലോക്ക് ഉണ്ടായിരുന്ന എനിക്ക് ആ ഒറ്റ സെക്കൻഡിൽ വന്ന ചെസ്റ്റ് പെയിനിൽ 5 ബ്ലോക്കുകളും എന്റെ സ്വർഗത്തിലെ ദൈവം വിത്തൗട്ട് ആൻജിയോപ്ലാസ്റ്റി അതിനെ അലിയിപ്പിച്ചു കളഞ്ഞു. ഈ 2017 മുതൽ ഈ സെക്കൻഡ് വരെ അത്തരത്തിലുള്ള യാതൊരു പ്രയാസവും ജീവിതത്തിൽ നേരിടാതെ, ഒരു പ്രതിസന്ധിയും നേരിടാതെ, ഒരു മെഡിക്കേഷനും ഒരു ജീരകത്തിന്റെ വലിപ്പമുള്ള ടാബ്ലറ്റ്സ് പോലും കഴിക്കാതെ എന്നെ ആയുസ്സോടെ ആരോഗ്യത്തോടെ എന്നെ നിർത്തിയ എന്റെ പ്രാണപ്രിയനെ ഞാൻ എത്ര സ്തുതിക്കണം. പ്രിയമുള്ളവരെ, അപ്പാ പറയുക, നീ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോ, നീ നോ മോർ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, നീ ഇനി ഉയരത്തില്ലെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയപ്പോൾ, നീ ഇനി ജീവനോടെ ഉണ്ടാവുകയില്ലെന്ന് സകല മനുഷ്യരെ നിന്നെ നോക്കി പറഞ്ഞപ്പോൾ, ജീവിതമാകുന്ന പടകിൽ നിന്നെ തിരിച്ചു കരം പിടിച്ചു കയറ്റിയത് ഞാനാണെന്ന് ഓർത്തെങ്കിലും പത്രോസേ, ഒരു നാഴിക നിനക്ക് എന്നോട് കൂടി ഉണർന്നിരിപ്പാൻ കഴിയുകയില്ലയോ? ഇന്ന് രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഈ ഡിവൈസിൽ 39 ഡിവൈസ് ഉണ്ട്. ഈ 39 ഡിവൈസിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എത്ര സാഹചര്യങ്ങൾ ജീവിതത്തിൽ തളർന്നുപോയി, എത്ര സാഹചര്യങ്ങളിൽ മുങ്ങിപ്പോയി, എത്ര സാഹചര്യങ്ങളിൽ കരം പിടിച്ച് കയറ്റാൻ കപ്പാസിറ്റി ഉള്ളവർ നോക്കി നിൽക്കെ ആരും കരം നീട്ടാതിരുന്നപ്പോൾ ആശ്വസിപ്പിക്കുമെന്നും കരുതുമെന്നും കരുതിയവർ പോലും മുഖം തിരിച്ചു കളഞ്ഞ സാഹചര്യത്തിൽ, എങ്ങനെ മുന്നോട്ട് ഉയർന്നു വരുമെന്നറിയാതെ പകച്ചു നിന്ന സാഹചര്യത്തിൽ നീ മുങ്ങി താഴ്ന്നു പോകും, നീ ഉയരുകയില്ലെന്ന് ശത്രു നിന്നെ നോക്കി വിധി എഴുതിയ സ്ഥാനത്ത് കരം പിടിച്ച് വേഗത്തിൽ ആ പടകിൽ നിന്നെ തിരികെ കയറ്റിയ ആ പ്രാണപ്രിയന്റെ സ്നേഹമോർത്തെങ്കിലും ഒരു നാഴിക അവനോടുകൂടി ഉണർന്നിരിപ്പാൻ ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? പ്രിയമുള്ളവരെ, എത്ര പേർ തീരുമാനമെടുക്കും? ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉറക്കം ഇന്ന് രാത്രി കെടുത്തുമെന്ന് എനിക്കറിയാം. എന്റെ അപ്പനുമായ ഒരു പുതിയ കമ്മിറ്റ്മെന്റിൽ നിങ്ങൾ പോകുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ഞാൻ കൃത്യമായി കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കൾക്കായി ഞാൻ രാത്രി കർത്താവിനെ സ്തുതിക്കുക. അതുകൊണ്ട്
എന്താ അപ്പൻ പത്രോസിനോട് മാത്രം ചോദിച്ചത്? മറ്റ് 11 പേർക്കും ഇല്ലാത്ത ഒരു അനുഭവം, മുങ്ങിത്താഴുന്ന സാഹചര്യം നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നിന്നെ കരം പിടിച്ച് പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, ഇല്ലാതെയായി പോകുമെന്ന് മുഴുവൻ പേര് നിന്നെ നോക്കി പറഞ്ഞ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നെ പിടിച്ച് കരയ്ക്ക് കയറ്റിയത് ഞാനല്ലേ? അതെങ്കിലും ഓർത്ത് പത്രോസേ, ഒരു നാഴിക നിനക്ക് എന്നോട് കൂടി ഉണർന്നിരിപ്പാൻ കഴിയുകയില്ലയോ? പ്രിയമുള്ളവരെ, അപ്പയോട് ഞാൻ വീണ്ടും സംസാരിച്ചല്ലപ്പാ, ഇനിയും അത്ഭുതകരമായ എന്തെങ്കിലും എൻ്റെ അപ്പ പത്രോസിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ആ ചോദ്യം പത്രോസിനോട് മാത്രം ചോദിക്കത്തക്ക വിധത്തിൽ എന്താണ് അപ്പായെ എന്ന് എന്റെ പ്രാണപ്രിയനോട്, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു തരുന്നത് മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞു, നീ നോക്ക്, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസും കൂട്ടരും ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥ, ഒന്നും കിട്ടാതെ ശൂന്യമായ പടകുമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിന്റെ നടുവിൽ കർത്താവ് ചോദിക്കുന്നു അവരോട്, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ പത്രോസ് പറയുന്നുണ്ട്, അപ്പാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. പത്രോസ് പറയുന്നു, അതാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, എങ്കിലും ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഒരായുസ് മുഴുവനും ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ അങ്ങയുടെ വാക്കിന്, കർത്താവ് പറഞ്ഞു, നീ വല വീശി അങ്ങോട്ട് നീക്കി ഇറക്കുക. ഉടനെ പത്രോസ് പറയുന്ന വാക്കാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതാ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും റബ്ബാസിക്കെ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അതേ പ്രിയമുള്ളവരെ, തിബരിയോസ് കടലിന്റെ മുക്കും മൂലയും നീളവും വീതിയും ആഴവും, അവിടെ എപ്പം മീൻ വരും എപ്പം വരില്ല, എവിടെ വീശിയാ കിട്ടും എവിടെ വീശിയാ കിട്ടില്ല എന്നൊക്കെ ബാല്യം മുതൽ തന്റെ പിതാവിനോടൊപ്പം നടന്ന് സഞ്ചരിച്ച് ചെയ്ത് പഠിച്ച പത്രോസിന് ആ കടലിന്റെ സകല മത്സ്യബന്ധനത്തിന്റെ ഏരിയകളും നന്നായി അറിയാമായിരുന്നിട്ടും രാത്രി മുഴുവനും വീശിയിട്ടും ഒന്നും കിട്ടാതെ കാലി കൈയുമായി നിൽക്കുന്ന, കാലിപ്പടകുമായി നിൽക്കുന്ന പത്രോസിന്റെ അടുക്കൽ ചെന്ന് നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാൻ പറഞ്ഞ് അവന്റെ അവന്റെ പടകിനെ, വലയെ നിറച്ചു. അവിടെ എഴുതിയിരിക്കുന്നവൻ സഖ പടയാളികളെയും സഹായത്തിന് വിളിച്ചെന്ന, സഖ പടകുകളെയും സഹായത്തിന് വിളിച്ചെന്ന് പറഞ്ഞാൽ തിബരിയോസ് കടലിന്റെ മുക്കും മൂലയും ആഴവും നീളവും അറിയാവുന്ന പത്രോസിന്റെ പടക് കാലിയായിരുന്നപ്പോൾ തച്ചൻ അറിയില്ല കടലിൽ എവിടെ മീനുണ്ട്. തച്ചന്റെ മകൻ അറിയില്ല ഏത് ഭാഗത്താ മീൻ വരുന്നതെന്ന്, എവിടെയാണ് മത്സ്യബന്ധനത്തിന് പറ്റിയ സാഹചര്യമെന്ന് നോർമൽ രീതിയിൽ ചിന്തിച്ചാൽ ഒരു തച്ചന്റെ മകൻ അറിയില്ല. പത്രോസിന് വേണമെങ്കിൽ പറയായിരുന്നു, മുക്കുവന്റെ മകനായ എനിക്കറിയാത്തതാണോ തച്ചന്റെ മകനായ അങ്ങേക്ക് എന്ന് പറയായിരുന്നു. പക്ഷെ പത്രോസ് അത് പറഞ്ഞില്ല കേട്ടോ. പത്രോസ് ഉടനെ പറഞ്ഞു, അപ്പാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ദേ ഞാൻ വലയിറക്കുകയാ എന്ന് പറഞ്ഞ് അവൻ വലയിറക്കി. പ്രിയമുള്ളവരെ, അവന്റെ വല കീറുമാർ അത്ഭുതകരമായ ഒരു മീൻപിടുത്തം, സകല പടകുകളെയും സഹായത്തിന് വിളിക്കത്തക്ക വിധത്തിൽ ദൈവം അവന്റെ പടകിനെ നിറച്ചു കൊടുത്തു. അതെ, അനേകരെ സഹായിക്കുന്ന വിധത്തിൽ, അനേകരെ സംരക്ഷിക്കുന്ന വിധത്തിൽ, അനേക പടകുകൾ ശൂന്യമായി കിടക്കുന്നവർക്ക് ആശ്വാസമാകത്തക്ക വിധത്തിൽ പത്രോസിന്റെ പടകിനെ നിറച്ചു കൊടുത്ത ദൈവസ്നേഹം ഓർത്ത് മറ്റുള്ളവർക്ക് അത് കിട്ടിയില്ല കേട്ടോ. പത്രോസിനെ എടുത്തവിടെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരായുസ് മുഴുവൻ അധ്വാനിച്ചിട്ടും, ഒരു കാലഘട്ടം മുഴുവൻ അധ്വാനിച്ചിട്ടും, ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും ഒന്നും ബാക്കിയില്ലാതെ, ഒന്നും മാറ്റിവെക്കാനില്ലാതെ, ഒന്നും ബാക്കിയില്ലാതെ അന്നുള്ള അഹോവൃത്തി മാത്രം കഴിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യത്തിലാണ് ഇന്നും തുടരുന്നത്. എന്നാൽ പത്രോസിന്റെ പടകിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിറച്ചു കൊടുത്ത ദൈവസ്നേഹം ഓർത്ത്, അത് അവന് വേണ്ടി മാത്രമല്ല,
അവന്റെ തലമുറകളും അവന്റെ സഹപടകുകൾക്ക് പോലും അനുഗ്രഹമാകത്തക്ക വിധത്തിൽ, അവനുമായി ചേർന്ന് നിൽക്കുന്നവരുടെയും പട്ടിണി മാറ്റത്തക്ക വിധത്തിൽ, അവനുമായി ചേർന്ന് നിൽക്കുന്നവരുടെയും ബുദ്ധിമുട്ട് മാറ്റത്തക്ക വിധത്തിൽ അത്ഭുതകരമായ ഒരു പ്രവൃത്തി, ഒരു മീൻപിടുത്തം അവന്റെ ജീവിതത്തിൽ ഒരുക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു. അതോർത്തിട്ടെങ്കിലും ഷീമോനെ, ഇന്ന് രാത്രി ഒരു നാഴികയെങ്കിലും നിനക്ക് എന്നോടുകൂടി ഉണർന്നിരിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും അപ്പ ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ അവനോടൊത്ത് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പ ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ അവന് വേണ്ട വിധത്തിൽ മഹത്വം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പ നടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ ഓർത്താൽ വേണ്ട വിധത്തിൽ അവനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ച്, ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് അപ്പയുടെ കരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നല്ല അപ്പ ഇപ്പോഴും നമ്മളെ നോക്കി വെയിറ്റ് ചെയ്യുക. നമ്മൾ പാപം ചെയ്ത് മാറിയാലും, പിറുപിറുത്ത് മാറിയാലും, നമ്മൾ പരിഹസിച്ച് മാറിയാലും, നമ്മൾ കുറ്റം പറഞ്ഞ് മാറിയാലും, മറ്റുള്ളവരോടുള്ള ഇറിറ്റേഷൻ പോലും നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും വിഘ്നം തീർക്കത്തക്ക വിധത്തിൽ നാം അകന്നു പോകുമ്പോഴും വീണ്ടും ചെന്നിരുന്ന അപ്പായെ എന്ന് വിളിക്കുമ്പോൾ ഓടി അടുത്ത് വരുന്ന ആ സ്നേഹം ഒന്ന് ഓർത്തേ. എനിക്കറിയില്ല എന്റെ അപ്പയുടെ സ്നേഹം എങ്ങനെയാണ് നിങ്ങളോട് വിവരിക്കേണ്ടത്, എനിക്കറിയില്ല. ഇന്ന് രാത്രി ശൂന്യമായ കിടന്ന പടകിനെ നിറച്ചു തന്നത് ഓർത്ത്, ഒരു നേരത്തെ ഭക്ഷണം മുമ്പോട്ട് നീ എങ്ങനെ ചെയ്യും, ആരോട് ചോദിക്കുമെന്നോർത്ത് ഭാരപ്പെട്ടപ്പോൾ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചത് ഓർത്ത്, ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പയുടെ കരത്തിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ടെങ്കിലും ഞാൻ ഇവിടെ കൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എന്റെ ഹൃദയം എന്റെ അപ്പയോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ നിറയുക. ഈ പ്രാർത്ഥന ഇവിടെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ മാറിപ്പോയാലും എനിക്ക് ചില മണിക്കൂറുകൾ ആ കാലിൽ വീണ് കിടക്കുവാൻ, ആ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് രാത്രിയിൽ എന്റെ സങ്കടം മുഴുവൻ, എന്റെ അപ്പ എനിക്ക് ചെയ്ത ഉപകാരം മുഴുവനും ഓർത്ത് നിലവിളിക്കുവാൻ ഇന്ന് രാത്രി ഹൃദയത്തിനകത്തൊരു പ്രേരണ നൽകുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമുക്ക് നന്നായിട്ട് അറിയാവുന്നത് പോലെ ശിഷ്യന്മാരെല്ലാവരും കൂടി നിന്നപ്പം, പുരുഷാരമെല്ലാം കൂടി നിന്നപ്പം അപ്പൻ ചോദിച്ചു, ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു, ഇവർ നിന്നെ ഇരമ്യാവെന്ന് പറയുന്നു, ഏലിയാവെന്ന് പറയുന്നു, പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്നൊക്കെ ഈ ജനം നിന്നെ കുറിച്ച് പറയുകയാന്ന് പറഞ്ഞപ്പോ അപ്പ ചാടി ചോദിച്ചു, ഇവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇവർ വല്ലപ്പോഴും എന്റെ കൂടെ വരുന്നവരാ, ഈ ജനം എന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ കൂടെ നടക്കുന്ന നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ പത്രോസ് ചാടിക്കേറി പറഞ്ഞു, കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. അവിടെയും ഇൻഡിവിജ്വൽ അവന്റെ അഭിപ്രായം. എടുത്തുചാട്ടക്കാരനെന്നും തള്ളിപ്പറഞ്ഞവനെന്നും ലോകം മുഴുവൻ പത്രോസിനെ വിശേഷിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരിൽ പ്രധാനിയായ അവനെ മാറ്റുവാനുള്ള ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത്, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നതിന് മാംസരക്തങ്ങളല്ല, ജഡരക്തങ്ങളല്ല, സാക്ഷാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ എന്ന് പറയുന്ന അരുമനാഥന്റെ വാക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. എന്റെ പിതാവുമായി കണക്ഷൻ ഉണ്ട് പത്രോസിന് എന്നല്ലേ അപ്പ എവിടെ പറഞ്ഞത്? ആർക്കുമില്ലാത്തൊരു കണക്ഷൻ എന്റെ പിതാവുമായി നിനക്കുണ്ട്, അതുകൊണ്ടല്ലേ ഇത് നിനക്ക് വെളിപ്പെട്ട് കിട്ടിയത് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, പ്രബുദ്ധരും പ്രശസ്തരും പ്രഗത്ഭരും വിദ്യാസമ്പന്നരും കുലമഹിമയും കുടുംബമഹിമയും സാമ്പത്തിക ഭദ്രതയുമുള്ള ഒരുപാട് ജനങ്ങൾ നിങ്ങളുടെയും എന്റെയും ചുറ്റുപാടുണ്ട് കേട്ടോ. അവർക്ക് ആർക്കും കൊടുക്കാത്തൊരു വെളിപ്പാട്, അവരുടെ ആരുടെയും ജീവിതത്തിൽ ലഭിക്കാത്ത ശ്രേഷ്ഠകരമായ ഒരു പദവി, അവർക്ക് ആർക്കും ലഭിക്കാത്ത ഈ നിത്യസമാധാനവും ദിവ്യരക്ഷയും നമ്മളെ തേടി വന്ന് നമ്മുടെ ഹൃദയത്തിൽ പകർന്നു തന്നു ഓർത്തെങ്കിലും പത്രോസേ, ഒരു രാത്രി ഒരു നാഴിക നിനക്ക് എന്നോടുകൂടി ഉണർന്നിരിപ്പാൻ കഴിയുകയില്ലയോ? നീയും എല്ലാവരെയും പോലെ ഉറങ്ങുകയാണോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കി, അത് നിങ്ങളോടും എന്നോടുമാണ് ആ ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി തമ്പുരാന്റെ കരത്തിൽ അവനോടൊപ്പം സഞ്ചരിപ്പാൻ, അവനോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, അവനോടൊപ്പം നിലവിളിപ്പാൻ, രാജ്യത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി, ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, സ്വർഗരാജ്യം നമ്മൾ അവകാശമാക്കുന്നതിന് വേണ്ടി, അപ്പയുടെ വരവിന് വേണ്ടി, ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോ അനേക നശിച്ചു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് അവന്റെ സന്നിധിയിൽ കരയുവാൻ നമുക്ക് ഇന്ന് പകൽ ഈ രാത്രി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകൾ ചേർത്തടച്ചാട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയത് കൊണ്ട്
ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള അപ്പായെ, തിരുനാമത്തിന് മഹത്വം. ഈ ഡിവൈസിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയാണ്. 37 ഡിവൈസ് ഇതിനകത്തുണ്ടപ്പച്ച. ഞാൻ ചിലരെ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ അപ്പ 37 പേരെയും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരോടങ്ങ് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെ അങ്ങ് പുറത്തു കൊണ്ടുവരാൻ പോകുന്ന സ്നേഹത്തിന് നന്ദി. അങ്ങയോടൊപ്പം ഉണർന്നിരിപ്പാൻ, അങ്ങയോടൊപ്പം സഞ്ചരിപ്പാൻ, അങ്ങയോടൊപ്പം ജീവിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സഹായിക്കണം. അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴത്തെ എനിക്കിതിനപ്പുറം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലപ്പാ. അവരിന്ന് മുതൽ അവരുടെ ഫോർമൽ വിളികളെല്ലാം മാറ്റി എന്റെ അപ്പനെ അപ്പായേ എന്ന ഹൃദയം തുറന്ന് വിളിക്കത്തക്ക വിധത്തിൽ അവരുടെ ഹൃദയം അങ്ങുമായ ഒരു ഇന്റിമസിയിലേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിൽ അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ഗ്രസിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ 37 ഡിവൈസിലുള്ളവരെയും നസ്രയന്റെ നാമത്തിൽ നിന്റെ ദാസിയായ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവരെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു, നസ്രയന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ രാത്രിയിൽ പ്രാണപ്രിയൻ ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. നിങ്ങളോട് ഒരുമിച്ച് ഈ രാത്രിയിൽ ഇത്രത്തോളം ആയിരിക്കാൻ, കഴിഞ്ഞ 1.5 മണിക്കൂറായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയാം കേട്ടോ. ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കാത്തവൻ ഏത് സമയത്ത് വിളിച്ചാലും ഓടി അടുത്തു വരുന്ന ഒരേ ഒരപ്പനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിച്ച എന്റെ അപ്പ മാത്രമേ ഉള്ളൂ. ആ അപ്പന്റെ കരം പിടിച്ച് നടന്നാൽ നിത്യതയിൽ ചെല്ലാൻ സാധിക്കും. നിത്യതയാണ് നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ്.